രാവിലെയിൽ നമുക്കിനി ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക് ഒന്ന് പോകാം. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന അമ്മാവനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതക കാരണം കുഞ്ഞിന്റെ അമ്മയോടുള്ള വൈരാഗ്യമെന്ന് കുറ്റസമ്മത മൊഴി. അമ്മ ശ്രീതുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. നെന്മാറയിലെ കൊടും കൊലയാളി ചെന്താമരയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. തിങ്കളാഴ്ച തെളിവെടുപ്പ് നടത്താൻ ആലോചന. സുരക്ഷ കണക്കിലെടുത്ത് ചെന്താമരയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. അമേരിക്കയിലെ വിമാനാപകടത്തിൽ മുഴുവൻ യാത്രക്കാരും മരിച്ചെന്ന് സ്ഥിരീകരണം. ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തി. അപകടത്തിൽ ബൈഡൻ സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ച് ട്രംപ്. വൈദഗ്ധ്യമില്ലാത്തവരെ ചുമതലയേൽപ്പിച്ചതിന്റെ കുഴപ്പമെന്നും വിമർശനം. നാളെ പൊതുബജറ്റ്. പാർലമെന്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. വഖഫ് നിയമ ഭേദഗതി ബിൽ സഭയിലെത്തും. കുംഭമേള ദുരന്തം വിഷയമാക്കാൻ പ്രതിപക്ഷം. നാളത്തെ പൊതുബജറ്റിൽ ശ്രദ്ധ മുഴുവൻ ആദായ നികുതിയിൽ. 10 ലക്ഷം രൂപ വരെ ഇളവ് നൽകിയേക്കുമെന്ന് പ്രതീക്ഷ. പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കം സുപ്രധാന പ്രഖ്യാപനങ്ങൾ കാത്ത് കേരളവും. കുംഭമേള നഗരിയിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണം. പ്രധാന സ്നാന ദിവസങ്ങളിൽ VIP പ്രോട്ടോകോളിന് നിരോധനം. ഫെബ്രുവരി 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിൽ. ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്ത് ക്രൂരമായി പീഡിപ്പിച്ച പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. പീഡനത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബാലരാമപുരത്ത് ഒരു കുഞ്ഞിനെ, പിഞ്ചു കുഞ്ഞിനെ, 2 വയസ്സുള്ള കുഞ്ഞിനെ അമ്മാവൻ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നത്. ആ കുഞ്ഞിന്റെ സംസ്കാരമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ഏറെ ഹൃദയഭേദകമായ രംഗങ്ങളായിരുന്നു. ഈ അമ്മാവനും അമ്മയും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ തുടരുന്നു. ആ വാർത്തയിലേക്കാണ്. കുഞ്ഞെ മാപ്പ്. ബാലരാമപുരം ദേവേന്ദു വധക്കേസ് പ്രതി ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിനോടുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇന്നലെ പുലർച്ചെയാണ് 2 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നത്. അമ്മാവനല്ലാതെ മറ്റാർക്കും കൊലയിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ ഹരികുമാറിന്റെയും ശ്രീതുവിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. ഇതിൽ വ്യക്തത വരുത്താൻ ശ്രീതുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും ആലോചനയുണ്ട്. ദേവേന്ദുവിന്റെ അച്ഛനെയും മുത്തശ്ശിയെയും ഇന്നലെ വിട്ടയക്കുകയും അമ്മ ശ്രീതുവിനെ പൂജപ്പുരയിലുള്ള സർക്കാരിന്റെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇത് പോലീസിന്റെ കാര്യമായ ചോദ്യം ചെയ്യലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മയുടെ പങ്കാളിത്തവും സംശയനിഴലിലാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ മൊഴി അനുസരിച്ച് അമ്മയോടുള്ള വൈരാഗ്യമാണ് കുട്ടിയെ ഇങ്ങനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ്. അത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ ഇതിനകം? നിലവിൽ ഈ പ്രതിയായ അമ്മാവൻ, അതായത് ഹരികുമാർ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ചാണ് ഹരികുമാർ മാത്രമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ ജീവനോടെ കൊല്ലുന്ന ക്രൂരകൃത്യത്തിൽ ഹരികുമാറിന് മാത്രമാണ് പങ്കാളിത്തം ഉള്ളത് എന്ന തരത്തിലാണ് പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെയാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് വിശാലമായി തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. കാരണം എന്താണ് ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം പോലീസും നൽകുന്നില്ല. ഒരു പക്ഷേ ചില വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ശ്രീധുവിനും ഹരികുമാറിനും ഇടയിൽ ഉണ്ടായിരുന്ന എന്തോ തർക്കമാണ് ഇങ്ങനെയൊരു ക്രൂരമായ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്താണ് ഈ മുൻവൈരാഗ്യത്തിന്റെ കാരണം എന്നതിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അതിന്
വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കം ഹരികുമാറിന്റെ ഭാഗത്തുനിന്ന് നടക്കാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചോ ശ്രീധുവിന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ മുൻകൂട്ടി ലഭിച്ചിരുന്നോ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടോ ഹരികുമാർ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന നടക്കേണ്ടത്. അവിടെയാണ് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ശ്രീധുവിന്റെ ഭർത്താവിനെയും മുത്തശ്ശിയെയും ഒക്കെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് അവരെ വിട്ടയച്ചത്. പക്ഷേ ശ്രീധുവിനെ സർക്കാരിനെ തന്നെ പൂജപ്പുരയിലുള്ള മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് തിരികെ ഇന്ന് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക. മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ ഇപ്പോഴും കുഴയ്ക്കുന്നത്. ഹരികുമാറും ശ്രീധുവും നൽകിയിരിക്കുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അവരുടെ രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകളടക്കം വാട്സാപ്പ് ചാറ്റ് ഹിസ്റ്ററി അടക്കം ബ്രൗസിംഗ് ഹിസ്റ്ററി അടക്കം വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തുന്ന പരിശോധനയിൽ ഈ മുൻവൈരാഗ്യമാണ് ഇങ്ങനെയൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഹരികുമാർ പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന കാര്യത്തിൽ കൃത്യത കൈവരിക്കാനാവും. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും ഇന്നും ഇവരെ ചോദ്യം ചെയ്യുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വാട്സപ്പ് ചാറ്റുകളാണല്ലോ പോലീസിന് കിട്ടിയിരിക്കുന്ന പ്രധാന തെളിവുകൾ. ഒപ്പം കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയായതാണ്. നാട്ടുകാരും അവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. വലിയ കടമുണ്ട് ഇവർക്ക്, വലിയ തോതിൽ പണം പലരുടെ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും കടം വാങ്ങിയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഈ വാട്സപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണോ അന്വേഷണം? അതിൽ വളരെ വ്യക്തമായി തന്നെ ഇവർ തമ്മിലുള്ള തർക്കമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ ഒക്കെ വ്യക്തമായി കാണുമല്ലോ പോലീസിന്. ഡാൻ, അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് ഇരയായി ഈ 2.5 വയസ്സുകാരിയെ മാറ്റിയത്, ദേവേന്ദുവിനെ മാറ്റിയത് എന്തിന് എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. കാരണം ആ കുഞ്ഞ് ഇല്ലാതായാലും കടമായി തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള മറ്റെന്തോ കാരണമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസിന്റെ ബോധ്യം. അതുകൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളാണ്, കടമാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന കാര്യം പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടേയില്ല. അവരുടെ അന്വേഷണം മറ്റൊരു ദിശയിലാണ്. അവിടെയാണ് ശ്രീധുവിനും അതോടൊപ്പം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഹരികുമാറിനും ഇടയിലുള്ള എന്തോ ഒരു കാര്യം. അതിൽ പോലീസും കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അതെന്താണ് പ്രശ്നം എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ഹരികുമാർ അത് അന്വേഷണ സംഘത്തോട് ഇതിനോടകം വിശദീകരിച്ചിട്ടുണ്ടായിരിക്കാം. അന്വേഷണ സംഘം അത് പുറത്ത് പറയാൻ വിസമ്മതിക്കുന്നതാവും. അതിലെ വസ്തുത ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് വിശദമായി ശ്രീധുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ശ്രീധുവിനെയും ഹരികുമാറിനെയും തമ്മിൽ ഈ സംഭവത്തിൽ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം പോലീസിന്റെ പക്കലുണ്ട്. അത് വാട്സാപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയതാണോ, അതോ വിശദമായി ഹരികുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വൈകാതെ തന്നെ വ്യക്തത കൈവരും. ഇന്ന് ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ശ്രീധുവിൽ കൂടുതൽ സംശയങ്ങളിലേക്ക് പോലീസ് പോകുന്നുണ്ടോ ഡാന്? ശ്രീധുവിനെ മഹിളാ മന്ദിരത്തിലേക്ക് മറ്റും മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീധുവിനെയും ഇന്നലെ തന്നെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയും ചില വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തു കാണും. ഈ കൊലപാതകത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള നിഗമനം തൽക്കാലമെങ്കിലും പോലീസ് ഒന്ന് മാറ്റിവെക്കുകയാണോ? അങ്ങനെയല്ല, അവിടെയും ചില സംശയങ്ങൾ ബാക്കിയാകുകയാണ്. അതായത് ഇത് ശ്രീധുവിനെ ചോദ്യം ചെയ്തതുപോലെ തന്നെയായിരുന്നു ദേവേന്ദുവിന്റെ അച്ഛനെയും മുത്തശ്ശിയും ഒക്കെ ചോദ്യം ചെയ്തത്. അവരെയും കൃത്യമായി വിട്ടയക്കുകയും ആവശ്യമെങ്കിൽ വിളിപ്പിക്കാമെന്ന് പറയുകയും, പക്ഷേ അമ്മയായ ശ്രീധുവിനോട് അങ്ങനെ ഒരു അനുഭാവം കാണിക്കാതിരിക്കുകയും ശ്രീധുവിനെ ചോദ്യം ചെയ്തതിനു ശേഷം ഭർത്താവിനോ അല്ലെങ്കിൽ മുത്തശ്ശിക്കോ ഒപ്പം പറഞ്ഞുവിടാതെ തിരികെ സർക്കാരിന്റെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായി പോലീസിന് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ബലപ്പെടുത്തുന്ന ചില തെളിവുകൾ അവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് നേരിട്ട് ഉള്ള ഒരു പങ്കാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് പരോക്ഷമായെങ്കിലും ശ്രീധുവിനെ ഈ കേസുമായി കണക്ട് ചെയ്യുന്ന ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്താണ് എന്നതിൽ ഇനിയൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശ്രീധുവും അതോടൊപ്പം തന്നെ ഹരികുമാറും തമ്മിൽ നടന്ന വാട്സാപ്പ് ചാറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടി അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൽ പരോക്ഷമായി ശ്രീധുവിന് ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത കൈവരും. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരെ കുടുംബാംഗങ്ങൾക്കൊപ്പം പറഞ്ഞുവിടാതെ സർക്കാരിന്റെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി വീണ്ടും ഇന്ന് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ബാലരാമപുരം കൊലപാതകത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം ഇന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ തോതിലുള്ള
പ്രശ്നങ്ങൾ, വലിയ തോതിലുള്ള സംശയങ്ങൾ ഇപ്പോഴും പോലീസിന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ദേവേന്ദുവിൻ്റെ അമ്മയോടുള്ള വൈരാഗ്യമാണ് അമ്മാവൻ ഇങ്ങനെ കൊലപാതകം നടത്താൻ കാരണമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന കാര്യത്തിലാണ് വിശദമായ അന്വേഷണം വേണ്ടിവരുന്നത്. അത് പോലീസ് ഇന്നും നടപ്പിലാക്കും. ഇന്നും അമ്മാവനെയും അമ്മയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ കുര്യനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ എറണാകുളം ചോറ്റാനിക്കരയിൽ നമുക്കറിയാം, ഇന്നലെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ മനസാക്ഷിയൊക്കെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവമാണ്. അവിടെ ഒരു പോക്സോ കേസ് ഇരയെ കാമുകൻ എന്ന് പറയുന്ന അയാൾ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. അതായത് തലയൊക്കെ, ലൈംഗിക ബന്ധം നിഷേധിച്ചതിന് തലയൊക്കെ ഭിത്തിയിലടിച്ച് തലച്ചോറ് കലങ്ങി അതീവ ഗുരുതരാവസ്ഥയിൽ ഈ കുട്ടി ചികിത്സയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ ആൺസുഹൃത്തിൽ നിന്ന് അതിക്രൂരമായി പീഡനമേറ്റ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് പെൺകുട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. പ്രതി അനൂപിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലും അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതി ചുറ്റിയ കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ചെന്നും മരിച്ചെന്ന് കരുതി രക്ഷപ്പെട്ടെന്നുമൊക്കെയാണ് പ്രതിയുടെ മൊഴി. അങ്ങനെയൊക്കെയാണ്. കുട്ടിയുടെ അമ്മയും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കുന്നത് വല്ലാത്ത തോതിലുള്ള മനപ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഡാനി, ഇതിപ്പോൾ അതിക്രൂരമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഈ ശ്രമങ്ങൾ നടക്കുന്നു. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ജീവൻ തന്നെ വല്ലാതെ അപകടത്തിലായ പശ്ചാത്തലം കൂടി നമ്മളിതിനോട് ചേർത്ത് പറയണമല്ലോ. എന്താണ് ഏറ്റവും ഒടുവിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ? രഞ്ജിത്ത, പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ ഒരു മാറ്റവുമില്ലാതെ തന്നെ തുടരുന്നു എന്നാണ്. ഒരു പുരോഗതിയും കൈവരിച്ചിട്ടില്ല. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു. ഒരു ആശാവഹമായ രീതിയിലുള്ള ഒന്നും തന്നെ കാണുന്നില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നുവെങ്കിൽ കൂടിയും പെൺകുട്ടിയുടെ തലച്ചോറിനേറ്റ ക്ഷതം അത് വലിയ രീതിയിലുള്ളതാണ് എന്ന് തന്നെ ഡോക്ടർമാർ പറയുന്നു. കാരണം ആശുപത്രിയിലേക്ക് എത്തിച്ച ആ ഒരു ഘട്ടം മുതൽ ഇപ്പോഴും അതേ അവസ്ഥ തന്നെ തുടർന്നു. തീർത്തും ആശങ്കാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് പറയാനുള്ളത്. ഈ കേസിനെ കുറിച്ചാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇന്നലെ ഇയാളെ ഇവിടെ എത്തിക്കുകയും പെൺകുട്ടിയുടെ സുഹൃത്തിനെ ഇവിടെ എത്തിക്കുകയും ആ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ അവിടെ നിന്ന് ചുറ്റിക അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ചുറ്റിക കൊണ്ട് മർദ്ദിച്ചതായും എല്ലാം തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴും ഇയാൾ പറയുന്നൊരു കാര്യം, താൻ മർദ്ദിച്ചു, അതിൽ മനം നൊന്ത് അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നതെല്ലാം തന്നെയാണ് പറയുന്നത്. പക്ഷെ പോലീസ് ആ രീതിയിലല്ല കാണുന്നത്. കാരണം സാഹചര്യ തെളിവുകളും ചുറ്റുപാടുമെല്ലാം പരിശോധിക്കുമ്പോൾ ഇതിൽ ഇവരെ അത് അപായപ്പെടുത്താനുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഫോറൻസിക്കിൻ്റെ പരിശോധന അവിടെ നടന്നിരുന്നു. അതിൻ്റെ കൂടി ഒരു അന്തിമമായ റിസൾട്ട് അടക്കം വരേണ്ടതുണ്ട്. എന്തായാലും അവിടെ വെച്ച് ഈ പെൺകുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നു എന്നത് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ആ കുട്ടിക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് എന്നതും സമർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇയാളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി അന്വേഷണം നീളുന്നുണ്ട്. അന്ന് രാത്രി അവിടെയാണ് സുഹൃത്തുക്ക് ഒരാൾ ഇരുചക്രവാഹനത്തിൽ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു. പിന്നീട് പോവുകയും ചെയ്തിരുന്നു. അതുപോലെ ഇയാൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയതെല്ലാം തന്നെ അപ്പുറത്ത് മതിൽ ചാടി ഇറങ്ങുന്ന പോലെ രീതിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വരുന്നത് നേരെ വരികയും പിന്നീട് ഒന്നിലും പെടാതെ തിരിച്ചു പോവുകയും ചെയ്യുന്നൊരു രീതിയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നു. ഇയാൾ പറഞ്ഞിരിക്കുന്നത് താൻ അത് ഭയന്നു മരണപ്പെട്ടിരിക്കാം, ഇവരെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, താൻ അവിടെ നിന്ന് താഴേക്ക് ഇറക്കുമ്പോൾ അനക്കമില്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറിയതെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായ ഒരു വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്, അന്വേഷണം ആവശ്യമാണെന്നെല്ലാം തന്നെ പോലീസ് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളുടെ സുഹൃത്തുക്കളിലേക്കടക്കം ഒരു അന്വേഷണം നീളുകയും ചെയ്യുന്നത്. നിലവിൽ ഇയാൾക്കെതിരെ തന്നെ 3 കേസുകൾ നിലവിലുണ്ട്. പീരുമേട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് കേസും അതോടൊപ്പം തന്നെ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 2 ആക്രമണ കേസും നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ കൂടിയാണ്. അയാളുടെ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും കൂടി പോലീസ് കൂടുതൽ പരിശോധിക്കുകയാണ്. മാത്രമല്ല പെൺകുട്ടിയുടെ അമ്മയും അതിനോട് ചേർന്ന് നിൽക്കുന്ന മൊഴി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടിയെയും അതോടൊപ്പം തന്നെ അമ്മയും എല്ലാം തന്നെ ഇയാൾ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷണം മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് കൂടുതൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്.
കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. റിമാൻഡ് നമുക്കറിയാം ഡാൻ, ഈ പെൺകുട്ടിയും ഇയാളുമായി ദീർഘകാലമായി ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇയാൾ സ്ഥിരമായി വീട്ടിൽ വരുന്ന ആളൊക്കെ ആയിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. അതിനപ്പുറത്ത് ഈ സുഹൃത്തുക്കളുടെ പങ്കാളിത്തം എങ്ങനെയാണ് സംശയിക്കുന്നത് എന്നുള്ളതാണ്. ഈ സുഹൃത്തുക്കൾക്കും ഇതിൽ ഈ പറഞ്ഞ പോലെയുള്ള ഈ ഉപദ്രവത്തിലൊക്കെ പങ്കാളിത്തം വരണമെങ്കിൽ ഇയാൾ ആരുടെയെങ്കിലുമൊക്കെ സഹായം ആസൂത്രിതമായി നേടിയിട്ടുണ്ടാവണം. അത്തരം സംശയങ്ങളാണോ പോലീസിനുള്ളത്? പോലീസിന് ആ രീതിയിലുള്ളൊരു സംശയങ്ങളാണ് ഉള്ളത്. മറ്റാരെങ്കിലും ഒരു സഹായം ഇയാൾ തേടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അത്തരം ചില സംശയങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് വിട്ടു, പിന്നീട് തിരിച്ച് അത് വാഹനമില്ലായിരുന്നു ഇയാൾക്ക് പോകാനായിട്ട്. പിന്നീട് എങ്ങനെ പോയി ആരെങ്കിലും സഹായം വീണ്ടും തേടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുമാത്രവുമല്ല, ഇയാൾ ഇവരെ അന്ന് അവിടെ വന്നതിന് ശേഷം മർദ്ദനം അഴിച്ചുവിടുകയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു അതിനുള്ള കാരണം? അതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ, ഈ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മറ്റു ചില സൗഹൃദങ്ങളെ ചൊല്ലിയുള്ള വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ മറ്റാരെങ്കിലുമായി ബഹളം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അവരുമായി പെൺകുട്ടി ഉപദ്രവിക്കുകയോ അത്തരം കാര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം തന്നെയാണ് പോലീസ് സംശയത്തോടുകൂടി തന്നെയാണ് മുഴുവനായും ഇയാളുടെ മൊഴികളെ അടക്കം കാണുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ചുറ്റുപാടുമുള്ളവരുമായിട്ടും ഇയാൾ പലതവണ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ ഒരു മാസ് പെറ്റീഷനാണ്, ഏതാണ്ട് 20 കുടുംബങ്ങളടക്കം അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ആ പോലീസിനെ കൈമാറുമ്പോൾ. കാരണം ഇവർക്ക് ഇയാളുടെ ഈ പെരുമാറ്റം കാര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം ഇയാൾ സൃഷ്ടിക്കുന്നു. പോലീസ് നടപടിയെടുക്കണമെന്നതെല്ലാം കാണിച്ചുകൊണ്ടാണ് ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പരാതി നൽകിയിട്ടുള്ളതാണ്. പക്ഷെ അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നാട്ടുകാർ പറയുന്നതും അത് തന്നെയാണ്. തങ്ങളുടെ ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ കൂടുതൽ ബന്ധങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് വരികയും ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളിലേക്കുള്ള അന്വേഷണം വൈകാതെ ഉണ്ടാകും. എന്തായാലും പോലീസ് നിലവിലെത്തി നിൽക്കുന്നത് ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. കാരണം മറ്റാരും നിലവിലൊരു സാഹചര്യത്തിൽ ആ വീടിനകത്തേക്ക് കടന്നതായോ ഒന്നും കാര്യമായ വിവരം ലഭിച്ചിട്ടില്ല. അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കൂടുതൽ പങ്കാളിത്തവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ നെന്മാറ നമ്മളെ ഒരുപാട് ഞെട്ടിപ്പിച്ച ഒരു ഇരട്ടക്കൊലപാതക കേസാണ് നെന്മാറയിലേത്. ഈ കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുന്നുണ്ട്. തിങ്കളാഴ്ചയോടെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കമുള്ള നടപടികൾ തുടങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം സുരക്ഷ കണക്കിലെടുത്ത് പ്രതിയെ ഇന്നലെ ആളത്തൂർ സബ് ജയിലിൽ നിന്നും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, സുരക്ഷ ഇയാൾ നമുക്കറിയാം സമൂഹത്തിന്റെ വലിയ ഒരു വൈരാഗ്യം വാങ്ങിവെച്ച പ്രതിയാണ്. ഇയാൾക്ക് ചിലപ്പോൾ ഇയാളെയൊക്കെ സഹതടവുകാർ ആക്രമിക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാകാം വിയ്യൂരിലേക്ക് മാറ്റിയത്. കുറച്ചുകൂടെ സുരക്ഷയുള്ള ജയിലാണ്. മറ്റെന്തൊക്കെയാണ് പോലീസിന്റെ നടപടികൾ? രഞ്ജിത്ത്, അല്പ സമയത്തിനകം തന്നെ ഈ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകും. തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. തുടർന്ന് ഈ തെളിവെടുപ്പ്, അതുപോലെ ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഈ നാട്ടുകാരുടെ ഒരു രോഷം തന്നെയായിരിക്കും. കാരണം ഈ പ്രതിയെ പിടിച്ചപ്പോഴും അതിനു മുൻപും ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ രോഷപ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ലാത്തി ചാർജിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ പോലീസിനെതിരെ കൂടി നാട്ടുകാരുടെ ഒരു രോഷം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ രഹസ്യമായ നീക്കങ്ങളായിരിക്കും പോലീസ് ആസൂത്രണം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ രോഷം അടങ്ങിയതിന് ശേഷം മതി മറ്റ് നടപടികൾ, അതായത് തെളിവെടുപ്പ്, കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികൾ. ഈ നാട്ടുകാരുടെ രോഷമൊന്നും അടങ്ങിയതിനു ശേഷം മതി എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട്. എന്തായാലും തിങ്കളാഴ്ചയോട് കൂടി തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ സുധാകരന്റെ മക്കൾക്ക് അത് CPM പാർട്ടി അത് സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ മക്കൾ തീർത്തും അനാഥരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സുധാകരന്റെ മകൾക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ ജോലി അടക്കം ഉറപ്പുവരുത്തുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്.
എന്തായാലും ഈ പ്രതിക്കെതിരെയുള്ള ഒരു രോഷം അല്ലെങ്കിൽ പ്രതിയെ കിട്ടിയാൽ കൈകാര്യം ചെയ്യുമെന്ന തരത്തിലാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ പ്രതിയുടെ സുരക്ഷ അത് കണക്കിലെടുത്താണ് ഇന്നലെ വിയൂരിലേക്ക് മാറ്റിയത്. വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മാറ്റിയത്. ഒപ്പം തന്നെ ഈ പ്രതിയെ കൊണ്ടുപോയത് വളരെ വലിയ ഒരു സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് പോലീസുകാർ ചേർന്ന് കൃത്യമായ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇന്നലെ പ്രതിയെ ജയിൽ മാറ്റിയത്. ഇനി ഈ തെളിവെടുപ്പിനടക്കം പ്രതിയെ എത്തിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും നാട്ടുകാരുടെ ഇടപെടൽ എന്നത് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്തായാലും ഈ കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. കാരണം ഈ പ്രതിയുടെ മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. പല ഘട്ടങ്ങളിലായി പ്രതി മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ ഇന്നലെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നൊരു വിവരമുണ്ടായിരുന്നു. പക്ഷെ അതിലോട്ട് തൽക്കാലം കടന്നിട്ടില്ല. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ പങ്കുവെക്കുന്നത്. ഏതായാലും വിയൂർ ജയിലിൽ അയാളേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ദുഃഖകരമായ മറ്റൊരു വാർത്ത, അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വിമാന അപകടത്തിലെ 67 പേരും, അതായത് വിമാനത്തിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ ആളുകളും മരിച്ചതായുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് വിവരം. അന്വേഷണ റിപ്പോർട്ട് 30 ദിവസത്തിനകം പുറത്തുവിടും. അപകട കാരണം ഹെലികോപ്റ്റർ പൈലറ്റിന്റെ പിഴവെന്നാണ് അമേരിക്കൻ എയർലൈൻസിന്റെ വിശദീകരണം. അമേരിക്കയിൽ ഏറ്റവും തിരക്കേറിയ വ്യോമ ഗതാഗത മേഖലയാണ് വാഷിംഗ്ടൺ DC. സജിമോൻ ആന്റണി ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി അമേരിക്കയിൽ നിന്ന് ചേരും. ശ്രീ സജിമോൻ ആന്റണി, അമേരിക്കയെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു ദുരന്തമാണ്. ആദ്യമൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു കുറച്ചാളുകളെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് കാണുമെന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 67 പേരും, അതായത് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും മരിച്ചു എന്ന വിവരമാണ്. എങ്ങനെയാണ് ഈ അപകടത്തെ അമേരിക്ക കാണുന്നത്? എന്താണ് ഇതിന്റെ കാരണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്? രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഇന്ന് അമേരിക്കയുടെ അധ്യായത്തിൽ വളരെയധികം ഒരു കറക്റ്റ് ദിവസമാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഇന്നലെ ഇതേ സമയത്താണ്, ഏകദേശം ഇതേ സമയത്ത് 8:47 PM ഈസ്റ്റേൺ ടൈമിലാണ് കാൻസസിൽ നിന്ന് വാഷിംഗ്ടൺ DC റീഗൺ എയർപോർട്ടിലേക്ക് വരുന്ന അമേരിക്കൻ എയർലൈൻസിന്റെ എയർപ്ലെയിനും അതോടൊപ്പം ഈ പോട്ടോമാക് റിവറിന്റെ സൗത്ത് സൈഡിലേക്ക് റൺ ചെയ്യുകയായിരുന്ന ബാക്കോക്ക് മിലിറ്ററിയുടെ ഹെലികോപ്റ്ററുടെ മിഡ് എയർ കൊളീഷൻ ആയിരുന്നു നടന്നത്. ഏകദേശം താങ്കൾ പറഞ്ഞ പോണക്കിന് 67 പേരാണ് മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇപ്പം അതിനകത്ത് 64 പേര് അമേരിക്കൻ എയർലൈൻസിന്റെ ആയിരുന്നു. 60 പേര് പാസഞ്ചേഴ്സും 4 ക്രൂ മെമ്പേഴ്സും ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുള്ള 3 സൈനികരും. അങ്ങനെ മൊത്തം 67 പേരാണ്. 40 ഡെഡ് ബോഡീസ് കണ്ടെടുത്തതായിട്ടാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം ഒരു ബ്ലാക്ക് ബോക്സും കണ്ടെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വളരെയധികം ശ്രമകരമായിരുന്നു രക്ഷാദൗത്യങ്ങളിൽ. കാരണം ഇവിടെ ഫ്രീസിംഗ് ടെമ്പറേച്ചർ ആയിരുന്നു, റിവറും ഫ്രീസായി കിടക്കുകയായിരുന്നു കൈൻഡ് ഓഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാദൗത്യം വളരെയധികം ദുഷ്കരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ 67 പേരും നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു ഊഹത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ അമേരിക്കയിലെ ഒരു എയർ ട്രാഫിക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ സാധാരണഗതിയിൽ സേഫ് ആണ് എയർ ട്രാവലിംഗ്. ഒത്തിരി ട്രാജഡികൾ വരാറില്ല, എക്സെപ്ഷൻ ആയിട്ട് വരാറുണ്ട്. എന്നാൽ ഈ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇത് 2ാം തവണയാണ് 2 പ്ലെയിൻ അല്ലെ ഒരു പ്ലെയിനും അല്ലെ ഒരു ഹെലികോപ്റ്ററും കൂടെ ഡയറക്റ്റ് കൊളൈഡ് ചെയ്യുന്നത് ആകാശത്ത് വെച്ച് എന്ന് കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് ഇതേ സിറ്റുവേഷനിൽ വന്നിരുന്നത് ഗ്രാൻഡ് കാനിയനിലായിരുന്നു. 1956 അന്ന് 2 പ്ലെയിൻ കൊളൈഡ് ചെയ്ത് ഏകദേശം 128 പേര് മരിച്ചു. ഇപ്പൊ ഇതിനകത്ത് 67. കഴിഞ്ഞ 24 വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു നമ്പർ 67 ആൾക്കാർ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അറിയാം, അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു എയർലൈൻ ട്രാജഡി എന്ന് പറയുന്നത് 1979 271 പേര് അന്ന് മരിക്കുകയുണ്ടായി. അതായിരുന്നു ബിഗസ്റ്റ് എയർപ്ലെയിൻ ക്രാഷ് അല്ലെ ട്രാജഡി എന്ന് പറയുന്നത്. വിത്ത് എക്സെപ്ഷൻ 9/11 സെപ്റ്റംബർ 11 അന്നത്തെ ആ ഒരു ട്രാജഡി ഒഴിവാക്കുകയാണെങ്കിലും ഇവിടെ ഓൾറെഡി ബ്ലെയിം ഗെയിം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ വാർത്ത ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ഒരു സംസാരം ഇവിടെ ഫിംഗർ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ളതിലേക്ക് പോയി. ട്രംപ് പറയുന്നത് പ്രീവിയസ് അഡ്മിനിസ്ട്രേഷന്, ബൈഡൻ അഡ്മിനിസ്ട്രേഷന്, ഒബാമ അഡ്മിനിസ്ട്രേഷന് DE പോളിസികളൊക്കെയാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം മുൻകൂട്ടി നേരത്തെ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പേ കയറി പറയുകയുണ്ടായി. അതൊക്കെ വളരെ കോൺട്രവേഴ്സിയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ 64 പേര് അമേരിക്കൻ എയർലൈൻസിൽ മരിച്ചതിൽ 60 പേര് പാസഞ്ചറിനകത്ത്. വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഫിഗർ സ്കേറ്റിംഗ് ചാമ്പ്യനും അതിനകത്തുണ്ട്. ആ അമേരിക്കൻ ഫിഗർ സ്കേറ്റിംഗ് ടീമിന്റെ
18 അംഗങ്ങളാണ് മരണമടഞ്ഞിരിക്കുന്നത്. ആ 18 പേരിനകത്ത് ഫിഗർ സ്കേറ്റിംഗ് ചാമ്പ്യനും കോച്ചും അത്ലറ്റും ഒരു 2 പേര് സിബ്ലിങ്സ് ഉണ്ട്. ഐ മീൻ അങ്ങനെയുള്ള ഒരു ടീമിന് വലിയൊരു നാശനഷ്ടം കൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും അന്വേഷണം വളരെയധികം വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. 30 ദിവസമാണ് അവർ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഒരു പ്രിലിമിനറി റീസണും മറ്റു കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിന് മുമ്പുള്ള വാർത്താ സമ്മേളനവും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില ഫിംഗർ പോയിന്റുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയാനുള്ളത്. സജീവൻ, ആന്റണി, നമുക്കറിയാം അമേരിക്ക US എന്ന് പറയുന്നത് ടെക്നോളജിക്കലി വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ സാങ്കേതിക കാര്യങ്ങളിലൊക്കെ ഒരുപാട് മികവ് പുലർത്തുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇത്തരം അപകടങ്ങൾ അത്ര പതിവല്ല. പക്ഷേ ഇതിപ്പോൾ ഈ പരസ്പരം ഭരണകൂടങ്ങൾ തമ്മിൽ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ അറിയുന്നത് ഈ ഹെലികോപ്റ്റർ പൈലറ്റിന്റെ പിഴവാണ് ഈ അപകടത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായ നിഗമനം. ആ തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ? ഒപ്പം ഏറ്റവും കൂടുതൽ എയർ ട്രാഫിക് ഉള്ള ഒരു മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങളോടുകൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും വലിയൊരു തെറ്റാണല്ലോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ ജാഗ്രത കുറവുണ്ടായി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, തീർച്ചയായും. അതായത് ഇപ്പോൾ ഇത് ഹെലികോപ്റ്ററിന്റെ പൈലറ്റിന്റെ കയ്യിലാണോ അതോ അമേരിക്കൻ എയർലൈൻ്റെ ആണോ എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. ഇവിടുത്തെ ഒരു ഓഥന്റിക് അന്വേഷണം എന്ന് പറയുന്നത് NTSTയുടെ അന്വേഷണമാണ്. അതാണ് നമ്മൾ എല്ലാവരും മുഖവിലേക്ക് എടുക്കേണ്ടത്. അതിനു മുമ്പുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നത് ഊഹാപോഹങ്ങളാണ്. അമേരിക്കൻ എയർലൈൻസ് അതിന്റെ ബ്ലെയിം ഹെലികോപ്റ്ററിന്റെ പൈലറ്റിന്റെ മേളിൽ കൊടുക്കുന്നു. മിലിറ്ററി അവർ ഒഫീഷ്യലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഊഹാപോഹങ്ങളിലുള്ള കാര്യങ്ങളിലാണ് ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു ക്രാഷ് ഉണ്ടായത് എന്ന് വരുന്നത്. അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് 8 മണി കഴിഞ്ഞ് 8:47 PM ഈസ്റ്റേൺ ടൈമിൽ ഈ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റും ഹെലികോപ്റ്ററും ഏകദേശം 1000 അടി മുകളിലായിരുന്നു. ഈ റിവറിന്, പൊട്ടോമാക് റിവറിന് 1000 അടി മുകളിലായിരുന്നു. ഈ രണ്ട് ഈ പ്ലെയിനും ഈ ഒരു ഹെലികോപ്റ്ററും തമ്മിൽ ഏകദേശം 300 അടി ഡിസ്റ്റൻസും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് താഴ്ചയിൽ 300, അതായത് ഹെലികോപ്റ്ററിന് 300 അടി മേളിലായിരുന്നു എയർപ്ലെയിൻ ഉണ്ടായിരുന്നത്. അതും സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ അസാധാരണമായ ഒരു കാര്യമല്ല. പൈലറ്റും അല്ലെങ്കിൽ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അവിടെ നിന്ന് ഈ എയർ ട്രാഫിക് കൺട്രോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശം അറിയിക്കുന്നതും കാണാം. അവിടെയൊന്നും ഒരു പാനിക് വരുന്നില്ല. എന്നാൽ ഒരു 10 സെക്കൻഡിന് ശേഷം സ്ഥിതിഗതികൾ കംപ്ലീറ്റ് മാറുകയും ആ 10 സെക്കൻഡിന് ശേഷം 12ാമത്തെ സെക്കൻഡിൽ ഈ ഒരു ക്രാഷ് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്വേഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള NTSയുടെ ഒരു സ്ഥിരീകരണം ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ മറ്റു കാര്യങ്ങളിലുള്ള ഊഹാപോഹങ്ങളും ചർച്ചയുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അമേരിക്കയെ നടുക്കിയ ഒരു വിമാന ദുരന്തത്തിന് ഞെട്ടലിലാണ് അമേരിക്ക. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനിടെ ബൈഡൻ ട്രംപ് ഭരണകൂടങ്ങൾ തമ്മിലുള്ള പ്രശ്നമായും ഇത് വന്നിട്ടുണ്ട്. സജിബോൻ ആന്റണിയാണ് അമേരിക്കയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഫാസ്റ്റ് ന്യൂസിലേക്ക്. തൃപ്പൂണിത്തുറയിലെ 15-കാരന്റെ ആത്മഹത്യയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കൾ. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അതിക്രൂരമായ റാഗിങ്ങിനിരയായി. മിഹിറിനെ മർദ്ദിച്ചു, ക്ലോസറ്റിൽ നക്കിച്ചു, മുഖം അമർത്തി ഫ്ലഷ് ചെയ്തു, ബസ്സിൽ വെച്ച് മർദ്ദിച്ചു. റാഗിങ്ങിന് നേതൃത്വം നൽകിയ കുട്ടികൾ മിഹിറിന്റെ മരണം ആഘോഷിച്ചു. ജീവനൊടുക്കിയ ദിവസവും ക്രൂര പീഡനത്തിനിരയായതിന്റെ തെളിവായി സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടു. മിഹിറിന്റെ അമ്മ എഴുതിയ തുറന്ന കത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ബാലരാമപുരം കോട്ടുകോൽ കോണത്ത് 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിൽ എറിഞ്ഞുകൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ. അമ്മ ശ്രീധുവിനെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞെന്ന് സ്ഥിരീകരണം. കുട്ടിയുടേത് മുങ്ങി മരണമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദേവേന്ദുവിന്റെ സംസ്കാരം നടന്നു. മലപ്പുറം മഞ്ചേരിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു. മലപ്പുറം പുൽപ്പറ്റ ഒളമതിൽ സ്വദേശി മിനിയാണ് മരിച്ചത്. ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ മർദ്ദിക്കാനുള്ള
തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഡൽഹി. നമുക്കറിയാം ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും തമ്മിലുള്ള ത്രികോണ പോരാട്ടത്തിന്റെ കളമൊരുങ്ങിക്കഴിഞ്ഞു. പോരാട്ട ചൂടിൽ ഡൽഹി. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേർക്കുനേറാണ്. യമുനയിലെ വിഷാംശ പരാമർശത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തെളിവ് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. മറുപടി നൽകിയില്ലെങ്കിൽ കമ്മീഷൻ കടുത്ത നടപടികളിലേക്ക് കടന്നേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ ഡൽഹിയിലെ വസതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതിലും വിവാദം കൊഴുക്കുകയാണ്. വലിയ തോതിലുള്ള വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ER രാഗേഷ് അല്പസമയത്തിനകം ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അതിനു മുൻപ് ER തന്നെ തയ്യാറാക്കിയ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം. അത് തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ ആണെങ്കിലും പഞ്ചാബ് മന്ത്രിമാർ ഒന്നിറങ്ങും രാജ്യ തലസ്ഥാനത്തുണ്ട്. ഡൽഹിക്ക് പുറമെ ആം ആദ്മി ഭരണമുള്ള സംസ്ഥാനം പഞ്ചാബ് ആയത് മാത്രമല്ല ഇതിനു കാരണം. ഡൽഹിയിലേത് ആം ആദ്മി പാർട്ടിയുടെ ജീവൻ മരണ പോരാട്ടം കൂടിയായതുകൊണ്ടാണ്. ഡൽഹിയിലെ പഞ്ചാബി വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പഞ്ചാബിലെ മന്ത്രിപ്പട ഡൽഹിയിലുണ്ട്. ലക്ഷ്യം ഒന്നു മാത്രം, തുടർഭരണം ഉറപ്പിക്കൽ. മന്ത്രിമാർ മാത്രമല്ല, MLAമാർ, MP മാർ, പാർട്ടി കൗൺസിലർമാർ, മറ്റു നേതാക്കൾ തുടങ്ങി 300-ലധികം പേരുടെ വമ്പൻ പട. ഡൽഹി സർക്കാർ നിറവേറ്റിയ വാഗ്ദാനങ്ങളായ സൗജന്യ വൈദ്യുതിയും മൊഹല്ല ക്ലിനിക്കുകളും തൊഴിലവസരം സൃഷ്ടിച്ചതുമൊക്കെ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. ഇങ്ങനെ പഞ്ചാബ് നേതാക്കൾ ഒന്നടങ്കം ഡൽഹി കേന്ദ്രീകരിക്കാൻ കാരണമുണ്ട്. ഡൽഹി വോട്ടർമാരിൽ 22% പഞ്ചാബ് വേരുള്ളവരാണ്. ഇവരിൽ 10% പഞ്ചാബി ഖത്രികളും 5% സിഖ് വോട്ടർമാരുമാണ്. രജൌരി ഗാർഡൻ, രാജേന്ദ്ര നഗർ, തിലക് നഗർ, ജനക്പുരി, മോത്തി നഗർ, ഗ്രേറ്റർ കൈലാഷ്, കരോൾ ബാഗ് തുടങ്ങി 13 മണ്ഡലങ്ങളിൽ പഞ്ചാബി വോട്ടുകൾ ജയപരാജയം നിർണയിക്കും. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മത്സരിക്കുന്ന ജംഗ്പുരയിലും സിഖ് വോട്ടുകൾ നിർണായകം. പ്രചാരണ യോഗങ്ങളിലെ താരങ്ങൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും രാജ്യസഭാ MPയും മുൻ ക്രിക്കറ്റ് താരവുമായ ഹർഭജൻ സിംഗുമാണ്. തന്റെ പതിവ് ശൈലിയിൽ തമാശ പറഞ്ഞ് ഭഗവന്ത് മാൻ വോട്ടർമാരെ കയ്യിലെടുക്കുന്നു. कुछ कहता है, ये कहानी तो आप लिख चुके हैं, बस 5 तारीख को फॉर्मेलिटी बाकी है. हमारे लिए तो हमारा छोटा भाई भी है, छोटा बेटा भी है, कोई कहता हमारा बड़ा भाई है, कोई कहता बेटे की समान है, वो है अरविंद केजरीवाल. आप बेफिक्र हो जाइए. तो साहब ने पूछा किसने किया ये काम? बोले जी मनीष सिसोदिया ने. चलो उठा के जेल में फेंक दो. ये सबको डायरेक्शन कौन देता है? अरविंद केजरीवाल. संकट के समय आप लोगों ने जो जोश दिखाया और जो एकता दिखाई, പഞ്ചാബിലുള്ളവർ കുടുംബാംഗങ്ങൾ എന്നായിരുന്നു തിലക് നഗറിലെ ആം ആദ്മി സ്ഥാനാർത്ഥി ജർനൈൽ സിംഗിന്റെ പ്രതികരണം. काम किया तो मैं वोट दूं, अगर हमने गवर्नमेंट स्कूल अच्छे बनाए तो मैं वोट दूं, अगर हमने हेल्थ केयर सिस्टम स्ट्रॉन्ग किया तो मैं वोट दूं, हमने बिजली के बिलों से आपको राहत दी है तो मैं वोट दूं. हम इकलौती पार्टी है, वी आर द सिंगल पार्टी जो काम के दम पर वोट मांगती है. वी आर फैमिली. जब पंजाब में इलेक्शन होता है तो आम आदमी पार्टी, दिल्ली वाले भी वहाँ जाते हैं और हर पार्टी के हर स्टेट से लोग आते हैं. तो ये तो परिवार है. जब परिवार में कोई प्रोग्राम होता है तो आपस में इधर उधर रिलेटिव आते जाते हैं. പഞ്ചാബിൽ നിന്നുള്ള നേതാക്കളെ ഇറക്കി ആം ആദ്മി വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്ത് മോശം ഭരണമാണെന്നാരോപിച്ച് BJPയും പ്രചാരണ രംഗത്തുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പ്രവർത്തകർ ഡൽഹിയിൽ കറങ്ങി നടക്കുകയാണെന്നും ഇത് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമുള്ള BJP നേതാവ് പർവേഷ് വർമ്മയുടെ പരാമർശവും വിവാദമായിട്ടുണ്ട്. ഡൽഹി ജനസംഖ്യയിൽ 20%-ലധികം പഞ്ചാബി വോട്ടർമാരാണ്. ഇതിൽ 13 മണ്ഡലങ്ങൾ അതിനിർണായകം. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബി വോട്ടർമാരെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ശക്തമാക്കുന്നത്. ജംഗ്പുരയിൽ നിന്നും ക്യാമറമാൻ KP ദിനേശിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. ER രാഗേഷ് ഉണ്ട് അവിടെ ഡൽഹിയിൽ. രാഗേഷ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ ഏറ്റവും പ്രധാന വിഷയം യമുനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആര് ഇതിൽ വിഷം കലക്കി എന്നുള്ള ചർച്ചകൾ അവിടെ പുരോഗമിക്കുകയാണ്. ഏതായാലും അതിൽ അരവിന്ദ് കെജ്രിവാൾ അല്പം
പുറകോട്ടാണോ? കാരണം തെളിവുകൾ നിശ്ചയിക്കുമ്പോൾ ഹാജരാക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനിടയിൽ ശക്തമായ നടപടിയില്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കെജ്രിവാളിന്റെ നീക്കം എന്താണ്? ഈ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ അദ്ദേഹം? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. കാരണം ഇപ്പോൾ അത് നേരത്തെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള പോരാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും കൂടി അതിൽ കക്ഷി ചേരുകയാണ്. ഇന്നലെ കടുത്ത ഭാഷയിലാണ് കമ്മീഷനെ കേജ്രിവാൾ വിമർശിച്ചത്. കാരണം കഴിഞ്ഞ ദിവസമാണ് കേജ്രിവാൾ മറുപടി നൽകിയത്. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, പൊതുജന താല്പര്യം കണക്കിലെടുത്താണ് പരാമർശം നടത്തിയത്, അതിൽ തെറ്റില്ല എന്നായിരുന്നു കേജ്രിവാൾ പറഞ്ഞത്. പക്ഷേ കമ്മീഷൻ പറഞ്ഞത് ജലത്തിൽ അമോണിയത്തിന്റെ അളവ് കൂടുതലാണെന്നതും വിഷാംശ പരാമർശവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട, എവിടെയാണ് വിഷാംശം കണ്ടെത്തിയത്, ഏത് ഉദ്യോഗസ്ഥരാണ്, യമുനയുടെ ഏത് ഭാഗത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തെളിവ് സഹിതം ഹാജരാക്കണം. ഇന്ന് 11 മണിക്ക് മുമ്പ് ഹാജരാക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കേജ്രിവാൾ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, പ്രത്യേകിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അദ്ദേഹം വിരമിച്ച ശേഷം ഒരു പദവി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനം കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നാണ് കേജ്രിവാളിന്റെ ആരോപണം. ഒപ്പം കേജ്രിവാൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, തന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, ഒരുപക്ഷെ അതിലേക്കും കടന്നേക്കും കമ്മീഷൻ എന്നും കേജ്രിവാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെ കേജ്രിവാൾ ആവർത്തിക്കുകയാണ്. ഏതായാലും യമുന മലിനീകരണം അടക്കമുള്ള വിഷയം വലിയ തോതിൽ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിൽ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ അവരുടെ വാഗ്ദാനം നിറവേറ്റിയില്ല എന്ന് BJPയും ഒപ്പം തന്നെ കോൺഗ്രസും ആയുധമാക്കുന്ന ഘട്ടത്തിലാണ് ഹരിയാനയിൽ നിന്ന് വിഷാംശം കലർന്ന വെള്ളം ഇങ്ങോട്ട് ഒഴുക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേജ്രിവാൾ രംഗത്ത് വരുന്നത്. അങ്ങനെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ യമുനയിലെ വിഷാംശം, ഒപ്പം തന്നെ കേജ്രിവാളിന്റെ പരാമർശം തുടങ്ങിയൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പഞ്ചാബ് സർക്കാർ, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള തർക്കം കൂടുതൽ മോശമാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഡൽഹിയിലുണ്ട്. അദ്ദേഹം താമസിക്കുന്നത് പഞ്ചാബ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കപൂർത്തല ഹൗസിലാണ്. ഇവിടെ വൈകിട്ട് 4:15 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ക്വാഡ് എത്തി പണം വിതരണം ചെയ്യുന്നു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ക്വാഡ് എത്തിയത്. പക്ഷേ ഈ സ്ക്വാഡിനെ കടത്തിവിടാൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തയ്യാറായില്ല. തുടർന്ന് ഏതാണ്ട് 1 മണിക്കൂറിലധികം അവർക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. തുടർന്നാണ് അവിടെ റെയ്ഡ് നടത്തിയത്. അപ്പോൾ അത് എന്താണ്, മുഖ്യമന്ത്രി അടക്കം താമസിക്കുന്ന സ്ഥലത്തേക്ക് കമ്മീഷൻ ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദ്യവുമായി ഇപ്പോൾ കേജ്രിവാൾ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഡൽഹി അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം കടക്കുമ്പോൾ വലിയ തോതിൽ രാഷ്ട്രീയ പോരുമുറുകയാണ്. ഒപ്പം തന്നെ കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയും രംഗത്ത് വരികയാണ്. ഇതൊഴികെ ഇത് കൂടാതെ മറ്റെന്തൊക്കെയാണ് ഈ പ്രചരണ കാലത്തുടനീളം ഡൽഹിയിൽ ചർച്ചയായത്? കാരണം കഴിഞ്ഞ ദിവസമൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോട് സംസാരിക്കുമ്പോഴും അവരുമൊക്കെ വലിയ ആത്മവിശ്വാസം, ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടക്കം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന ആൾ പോലും അദ്ദേഹം 3ാം സ്ഥാനത്ത് പോകുമെന്ന് പറയുകയാണ്. അങ്ങനെ കോൺഗ്രസും ഒരു പഴയ പ്രതാപത്തിൽ പ്രചരണ രംഗത്ത് കാര്യമായി ഉണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായ, മറ്റു പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടായ ഒരു മുന്നേറ്റം അത് കോൺഗ്രസിനെ കുറച്ചുകൂടി ഇവിടെ ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ടോ? കോൺഗ്രസ് പ്രചാരണ രംഗത്ത് ശക്തമാണ് രഞ്ജിത്ത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിക്ക് പുറമെ കോൺഗ്രസും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഒറ്റ MLA-മാരെ പോലും വിജയിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകളിൽ ജയിക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് BJPയെ പോലെ തന്നെ കടുത്ത വിമർശനം പല വിഷയങ്ങളിലും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യ കക്ഷിയാണെങ്കിൽ പോലും വലിയ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇന്ത്യ സഖ്യമൊക്കെ ദേശീയ തലത്തിൽ മാത്രമാണുള്ളത്, സംസ്ഥാന തലത്തിൽ അത്തരമൊരു സഖ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികളൊക്കെ തന്നെ ഡൽഹിയിലെത്തുമ്പോൾ അവർ സമാജ്വാദി പാർട്ടി ആകട്ടെ, ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, അവരെല്ലാവരും തന്നെ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. കാരണം കോൺഗ്രസിനൊപ്പം ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളൊന്നും തന്നെ പ്രചാരണത്തിന് വന്നിട്ടില്ല. ഇന്നലെ അഖിലേഷ് യാദവാണ് റോഡ് ഷോ നടത്തിയത് ആം ആദ്മി പാർട്ടിക്കായി. ഒപ്പം തന്നെ മനീഷ് സിസോദിക്കായും MP, സമാജ്വാദി പാർട്ടിയുടെ MP-യാണ് ജംഗ്പുരിയിൽ പ്രചാരണം നടത്തിയത്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇറക്കിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഡൽഹിയിലുണ്ട്. ഏതായാലും പരമാവധി സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. കാരണം 15 വർഷം സംസ്ഥാനം ഭരിച്ചാണ്, ഡൽഹി ഭരിച്ചതാണ് കോൺഗ്രസ്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അതല്ല സാഹചര്യം. പരിതാപകരമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അതിൽ നിന്ന് കയറി വരാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. BJP ആകട്ടെ, BJPക്ക് 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പല സംസ്ഥാനങ്ങളിലും അവർ അധികാരം പിടിച്ചു. ചില സംസ്ഥാനങ്ങളിൽ ആദ്യമായി അധികാരത്തിൽ വന്നു. പക്ഷെ അപ്പോൾ പോലും
ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ ഏതായാലും BJP നടത്തുന്ന പ്രചാരണ രംഗത്ത് BJP ശക്തമായി തന്നെയുണ്ട്. എങ്ങനെയുണ്ട് അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? കാര്യമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ കാര്യമായ തണുപ്പുണ്ട്. ഡൽഹിയെയും തണുപ്പ് പിടികൂടിയിട്ടുണ്ടോ? രഞ്ജിത്ത്, തണുപ്പുണ്ട്, പക്ഷേ പകൽ സമയങ്ങളിലും തന്നെ കാര്യമായ തണുപ്പില്ല. പ്രത്യേകിച്ച് രാവിലെ നല്ല തണുപ്പുണ്ട്, മൂടൽ മഞ്ഞൊക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. രാത്രിയും സമാനമായ കാര്യം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ജനുവരിയുടെ ആദ്യ വാരമൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ തണുപ്പ് കുറയുന്ന കാലഘട്ടമാണ്. കാരണം ഫെബ്രുവരി മാസത്തോടുകൂടി ഡൽഹിയിൽ തണുപ്പ് സ്വാഭാവികമായും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേതായാലും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ രാവിലെയൊക്കെ മൂടൽമഞ്ഞ് പ്രകടമാണ്, രാവിലെയൊക്കെ തണുപ്പുണ്ട്. പക്ഷെ പകൽ സമയങ്ങളിൽ ഏതായാലും കാര്യമായ തണുപ്പ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നില്ല. ഏതായാലും അങ്ങനെയാണ് സാഹചര്യം. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ശക്തമായി തന്നെയുണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ രാവിലെയും വൈകിട്ടും അത്യാവശ്യം തണുപ്പും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടിക്ക് തുടർഭരണം ലഭിക്കുമെന്ന് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ന്യൂസ് 18നോട് പറഞ്ഞു. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യുമെന്നും സിസോദിയ പ്രതികരിച്ചു. ജഗ്പുര മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ സിസോദിയയുടെ പോരാട്ടം. 2013 കന്യാംഗത്തിൽ ജയം 11,000 വോട്ടിന്. 2015 ഭൂരിപക്ഷം 28,000 കടന്നു. 2020 ആം ആദ്മി പാർട്ടി വമ്പൻ ജയം നേടിയെങ്കിലും മനീഷ് സിസോദിയുടെ ഭൂരിപക്ഷം 3,207 വോട്ടുകൾക്ക് ഒതുങ്ങി. 3 തവണ നിയമസഭയിലെത്തിച്ച പട്പട്ഗഞ്ചിൽ നിന്ന് മാറി ജംഗ്പുരയിൽ നിന്നാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയിലെ രണ്ടാമന്റെ പോരാട്ടം. ഭരണവിരുദ്ധ വികാരം മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മനീഷ് സിസോദിയ അടക്കമുള്ള MLA-മാരെ മണ്ഡലം മാറ്റിയുള്ള ആം ആദ്മി പാർട്ടിയുടെ പരീക്ഷണം. ജംഗ്പുരയിൽ പ്രചാരണ തിരക്കിനിടെ ന്യൂസ് 18നുമായി സിസോദിയ പ്രതീക്ഷ പങ്കുവച്ചു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടി തുടർഭരണം നേടും. കേജ്രിവാൾ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകും. ഇത്തവണ മത്സരിക്കുന്നത് ജംഗ്പൂരിലാണ്. അദ്ദേഹത്തോട് തന്നെ പ്രതീക്ഷകൾ ചോദിക്കാം. नहीं, इस बार भी बहुत कंफर्टेबल गवर्नमेंट बनेगी और लोग केजरीवाल जी के काम को और उनके दिल में दिल्ली की जनता के लिए जो प्यार मोहब्बत है उसको सम्मान करते हुए और उन्होंने जो काम किए पिछले 10 साल में लोगों के जीवन जीने में जो आसानियां लाई हैं, उनकी तरक्की के लिए जो स्कूल अस्पताल का काम किया है उसके लिए निश्चित रूप से आम आदमी पार्टी को वोट दे रहे हैं. आज अगर विकास की कोई राजनीति की बात करता है तो सारी पार्टियां, विकास पे काम करने वाली पार्टियां उसके साथ खड़ी होती हैं. ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെയാകും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് നൽകുകയെന്നും സിസോദിയ. जनता जब देती है तो छप्पर फाड़ के देती है. പട്പട്ഗഞ്ചിനേക്കാൾ സുരക്ഷിത മണ്ഡലമായാണ് ജംഗ്പുരയെ ആം ആദ്മി പാർട്ടി കണക്കാക്കുന്നത്. ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നെഹ്റു നഗർ, നിസാമുദ്ദീൻ ബസ്തി, ദരിയാഗഞ്ച്, സൺലൈറ്റ് കോളനി തുടങ്ങിയ പ്രദേശങ്ങളുള്ള മണ്ഡലത്തിൽ വ്യക്തമായ മാർജിനിൽ ജയം ആം ആദ്മി പാർട്ടിയും സിസോദിയയും കണക്കുകൂട്ടുന്നു. 16,063 വോട്ടുകൾക്കാണ് ആം ആദ്മി പാർട്ടിയിലെ പ്രവീൺ കുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. വലിയ വിജയപ്രതീക്ഷയാണ് അദ്ദേഹം ഇത്തവണ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം PR രാഗേഷ്, ന്യൂസ് 18. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്യും. സഭാ നടത്തിപ്പിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടും. വഖഫ് ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് സഭയിൽ വെക്കും. ഈ സമ്മേളന കാലത്ത് തന്നെ ബിൽ പാസാക്കാനാണ് നീക്കം. കുംഭമേള ദുരന്തവും സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയേക്കും. നാളെയാണ് പൊതുബജറ്റ്. ഇന്ന് 10 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. നാളെയാണ് ബജറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണയായി പ്രതീക്ഷിക്കുന്നത് ആദായ നികുതി സ്ലാബിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും, അത് സാധാരണക്കാരന് കുറെ ഗുണം ചെയ്യുമെന്നാണ്. ഇത്തവണയും ആ പ്രതീക്ഷയുണ്ട്. ഇത്തവണ ആദായ നികുതി സംവിധാനത്തിൽ പൊളിച്ചെഴുത്തുണ്ടാകുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. 10 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കിയേക്കാമെന്ന സുപ്രധാന പ്രഖ്യാപനം ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക രംഗം അപ്രതീക്ഷിത വളർച്ച കൈവരിക്കാത്ത സാഹചര്യത്തിൽ ഇടത്തരക്കാരുടെ ധനവിനിയോഗം വർദ്ധിപ്പിക്കാനുള്ള മറ്റു നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉണ്ടാകും. പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവരിൽ 7.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ ആദായ നികുതിയില്ല. ഇത് 2.5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ഇനി മുതൽ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് പരിഗണിക്കുന്നത്. നികുതി അടയ്ക്കേണ്ടതില്ലെങ്കിലും വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയുള്ളവർ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കണം. ഇതിന്റെ പരിധി 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതും ബജറ്റിൽ പരിഗണിക്കാനാണ് സാധ്യത. അതായത് വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെയുള്ളവർ ഇനി മുതൽ റിട്ടേൺ പോലും സമർപ്പിക്കേണ്ടതില്ല. 5 ലക്ഷത്തിനും 20 ലക്ഷത്തിനുമിടയിൽ വാർഷിക വരുമാനമുള്ളവർക്ക് 25% ടാക്സ് സ്ലാബ് അവതരിപ്പിക്കുന്നതും ആലോചനയിലുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റിൽ
പുതിയ നികുതി ഘടന തെരഞ്ഞെടുത്തവർക്കാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇത്തവണയും അത് പ്രതീക്ഷിക്കാം. പുതിയ നികുതി വ്യവസ്ഥയിൽ കൂടുതൽ ഇളവുകൾ നൽകി പഴയ നികുതി വ്യവസ്ഥയെ അപ്രധാനമാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. പുതിയ നികുതി വ്യവസ്ഥ ആകർഷകമായതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 73% നികുതിദായകരും പുതിയ രീതിയിലേക്ക് മാറിയിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായി ഉയർത്തുന്നതും ആലോചനയിലുണ്ട്. ATC ആനുകൂല്യം പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവർക്കും അനുവദിച്ചേക്കാം. ഇടത്തരക്കാരിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അതുവഴി പണവിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച കൈവരിക്കാത്തതിന്റെ കാരണം ഇടത്തരക്കാരിൽ പണം എത്താത്തതുകൊണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനുള്ള പരിഹാരമായിട്ടാണ് നികുതി ഘടനയിലെ ഈ വലിയ മാറ്റം കേന്ദ്രം പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നാളെ പൊതുബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിനും വലിയ പ്രതീക്ഷയുണ്ട്. ഏറെ പ്രതീക്ഷകളോടെയാണ് ഇത്തവണ കേരളം കാത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജിന് പുറമെ ദീർഘകാലമായ നിരവധി ആവശ്യങ്ങളും ഇത്തവണ പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. കേന്ദ്രം നിരന്തരമായി അവഗണിക്കുന്നുവെന്ന പരാതിയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇത്തവണ വിശദമായ പദ്ധതികളും ആവശ്യങ്ങളും തയ്യാറാക്കി നൽകി സംസ്ഥാനം കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇങ്ങനെയാണ്: 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, GST നഷ്ടപരിഹാര പ്രതിസന്ധി, കടമെടുപ്പ് പരിധി കുറച്ചത്, ഇതെല്ലാം ഉണ്ടാക്കിയ സാമ്പത്തിക മാന്ദ്യം മറികടക്കാൻ 2 വർഷത്തിനുള്ളിൽ ലഭ്യമാകുന്ന പാക്കേജാണ് കേരളം ആവശ്യപ്പെടുന്നത്. വയനാട് മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചു. എന്നാൽ പ്രത്യേക സഹായമെന്ന ആവശ്യം നീളുകയാണ്. 2,000 കോടിയുടെ സഹായം ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിക്കായി പ്രത്യേക സഹായമാണ് കേരളം ആവശ്യപ്പെടുന്നത്. അനുബന്ധ വികസനത്തിനായി 5,000 കോടിയാണ് ആവശ്യപ്പെട്ടത്. ഒപ്പം നിലവിൽ വായ്പയായി അനുവദിച്ചിരിക്കുന്ന കേന്ദ്രവിഹിതം ഗ്രാന്റായി നൽകണം. റെയിൽ റോഡ് രംഗത്തെ കേരളത്തിന്റെ പ്രതീക്ഷകൾ ഇവയാണ്. സിൽവർ ലൈനിൽ പച്ചക്കൊടി കാട്ടുമെന്ന സൂചന കേന്ദ്രം നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഈ അഭിമാന പദ്ധതിക്ക് കേന്ദ്ര അനുമതി കിട്ടുമോ? അങ്കമാലി ശബരി, നിലമ്പൂർ നഞ്ചങ്കോട്, തലശ്ശേരി മൈസൂർ എന്നീ പാതകൾക്ക് പരിഗണന കിട്ടുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നു. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1,000 കോടിയുടെ വിലസ്ഥിരതാ ഫണ്ടാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. കടമെടുപ്പ് പരിധി ഉയർത്തണം. ഉപാധിരഹിതമായി 3.5% പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഇതിന് പുറമെ ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് പ്രഖ്യാപനം, ശബരിമലയ്ക്ക് പ്രത്യേക പദ്ധതി എന്നിവയെല്ലാം കേരളത്തിന്റെ പ്രതീക്ഷകളിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രയാഗ്രാജിലെ കുംഭമേള നഗരിയിൽ VIP പ്രോട്ടോകോൾ നിരോധിച്ചു. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് VIP പ്രോട്ടോകോളുകൾ നിരോധിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ഫെബ്രുവരി 3, 12, 26 തീയതികളിലാണ് നിരോധനം. ഫെബ്രുവരി 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് അറിയിപ്പ്. ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ച് സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണ് സുനിത കുറിച്ചത്. 9 തവണയായി 62 മണിക്കൂറിലധികം ബഹിരാകാശത്ത് സുനിത നടന്നു. വിരമിച്ച ബഹിരാകാശ യാത്രികൻ പെഗ്ലി വിറ്റ്സൺ 60 മണിക്കൂർ 21 മിനിറ്റാണ് ബഹിരാകാശത്ത് നടന്നത്. സ്റ്റാർ ലൈനർ പ്രതിസന്ധി കാരണം ബഹിരാകാശത്ത് തുടർന്നാണ് സുനിതയ്ക്ക് റെക്കോർഡ് നേട്ടം സാധ്യമാക്കിയത്. നാസയുടെ പെഗ്ഗി വിൻസ്റ്റന്റെ ചരിത്രമാണ് മറികടന്നത്. 10 ബഹിരാകാശ നടത്തങ്ങളിലായി 60 മണിക്കൂറും 21 മിനിറ്റുമാണ് പെഗ്ഗി ആകെ ചെലവിട്ടത്. ബഹിരാകാശത്തേക്ക് പോകാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ലയുടെ യാത്ര ഈ വർഷം ജൂണിൽ നടക്കും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. അമേരിക്കൻ സ്വകാര്യ കമ്പനി ആക്സിയം സ്പേസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് യാത്ര. ശുഭാൻഷു അടക്കം 4 പേരെയാണ് ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നത്. പുതുതലമുറയ്ക്ക് ദൗത്യം പ്രചോദനമാകുമെന്നും ശുഭാൻഷു ശുക്ല പ്രതികരിച്ചു. മറ്റു വാർത്തയിലേക്ക് പോയാൽ കോടികൾ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മരണക്കടിയെന്ന് വ്യാപക പരാതി. റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ 3 മാസത്തിനിടയിൽ നടന്ന 10ഓളം അപകടങ്ങളിലായി 4-ലധികം ജീവനുകൾ AC റോഡിൽ പൊലിഞ്ഞു. ന്യൂസ് 18 അന്വേഷണം. 23 കിലോമീറ്ററിലായി 800 കോടി രൂപ ചെലവഴിച്ചാണ് ആലപ്പുഴ കൈതവന ജംഗ്ഷൻ മുതൽ ചങ്ങനാശ്ശേരി പെരുന്ന വരെ നീളുന്ന റോഡ് KSTP നിർമ്മിക്കുന്നത്. ഊരാലിങ്കൽ സൊസൈറ്റിയും എവറോസ്കൻ എന്ന അസർബൈജാൻ കമ്പനിയും ചേർന്നുള്ള ജോയിന്റ് വെഞ്ചറിലാണ് നിർമ്മാണം. ഡിസൈനും ഇവരുടേത് തന്നെ. 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉയരത്തിലുള്ള ഫുട്പാത്തുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ആദ്യത്തെ അപകടക്കെണി.
ഇതിപ്പോ AC റോഡിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തിയ വാഹനമാണ്. ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതുണ്ട്. ഇപ്പോ ഈ വൈറ്റ് ലൈൻ ഉള്ളിലേക്കാണ്. അതായത് റോഡിൽ വാഹനങ്ങൾ ഓടുന്ന ഭാഗത്തിന് അകത്തേക്ക് കയറ്റി മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് ആണ്. അപകടകരമായ സാഹചര്യത്തിൽ വണ്ടി ഇങ്ങനെ ഇടേണ്ടി വരുന്നു. ഇനി ഫുട്പാത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫുട്പാത്തിന്റെ സാഹചര്യവും അതിനേക്കാൾ ദയനീയമാണ് എന്നുള്ളതാണ്. ഇത്രയും വീതിയാണ് ഈ ഫുട്പാത്തിനുള്ളത്. ഫുട്പാത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഫുട്പാത്തിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ വീതി കുറവായതുകൊണ്ട് ഈ ഫുട്പാത്തിന്റെ ഭാഗം കൂടെ ഇതിനോട് അനുബന്ധമാക്കി മാറ്റിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാരൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ അശാസ്ത്രീയമായി അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ ഫുട്പാത്ത് തന്നെ വീണ്ടും കയ്യേറിക്കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇനി 23 കിലോമീറ്റർ പാതയിൽ റോഡിന്റെ ഏതെങ്കിലും ഭാഗത്ത് അടിയന്തര ഘട്ടത്തിൽ വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ സൈഡ് പാർക്കിംഗ് ഇല്ല. വാഹനം റോഡിലേക്ക് ഇറക്കി അപകടാവസ്ഥയിൽ വേണം നിർത്താൻ. കളർകോട് ജംഗ്ഷനിൽ ഇത്തരത്തിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലിടിച്ചാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കളക്ടർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാത്തതാണ് റോഡ് നിർമ്മാണമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. മാമ്പുഴക്കരി, രാമങ്കരി, മങ്കൊമ്പ് ഭാഗങ്ങളിലായി കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന അപകടങ്ങളിൽ 3 ജീവനുകളാണ് ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞിടയ്ക്ക് ഏതാണ്ട് 10-20ലധികം അപകടങ്ങൾ നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ വന്ന 3 അപകടങ്ങൾ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ ഈ രാമങ്കരി പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. മരണം ഉണ്ടായിരിക്കുന്നതാണ്. 2 മാസത്തിനുള്ളിൽ തന്നെ നടന്നിരിക്കുന്നതാണ്. 2 പേരുടെ മരണം ഉണ്ടായിരിക്കുകയാണ്. ഒരാൾ ഗുരുതരാവസ്ഥ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഈ ജംഗ്ഷനിൽ വെച്ചും നമ്മുടെ മാമ്പഴക്കരി ജംഗ്ഷനിൽ വെച്ചും കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ ഭീകരമായ അപകടം ഉണ്ടായിരിക്കും. എത്ര പേരിപ്പം നിരാലംബരായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചങ്ങനാശ്ശേരി മുതൽ ആലപ്പുഴ വരെ 37 ബസ് സ്റ്റോപ്പുകൾ. ഒരിടത്ത് പോലും ബസ് ബേ ഇല്ല. ബസ് നിർത്തുന്നതും യാത്രക്കാർ ഇറങ്ങുന്നതും അപകടാവസ്ഥയിൽ. ഇരുഭാഗങ്ങളിലും ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ ടണലിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് വാഹനങ്ങൾക്ക് നൽകുന്നത്. ഓവർടേക്ക് ചെയ്താലോ മുന്നിലെ വാഹനം ബ്രേക്ക് ചവിട്ടിയാലോ അരികിലേക്ക് പോലും ഒതുക്കാനാകാതെ അപകടമുറപ്പ്. ഒരു സൈഡിൽ കനാൽ മാത്രം വരുന്ന റോഡിൽ എന്തിന് 2 സൈഡുകളിലും ഡ്രെയിനേജുകൾ അടങ്ങുന്ന ഉയർത്തിക്കെട്ടിയ ഫുട്പാത്തുകൾ എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നതിൽ എത്തി നിൽക്കുന്നു. ദേശീയപാതയ്ക്ക് പോലും ഫുട്പാത്ത് ഗ്രാവൽ ബേ ഒരുക്കി ഉയരത്തിൽ നിർമ്മിക്കാതെ പരമാവധി സൗകര്യം ഒരുക്കുമ്പോഴാണ് 800 കോടിയിൽ അപകടക്കെണി ആലപ്പുഴയിൽ പൂർത്തിയാകുന്നു എന്നതാണ് പ്രധാനമായ ആക്ഷേപം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട്ടെ അതിർത്തി പോസ്റ്റുകളിൽ വിജിലൻസ് പരിശോധന. വാളയാർ, വേലന്താവളം RTO ചെക്ക് പോസ്റ്റുകളിലാണ് വിജിലൻസ് പരിശോധന. 1,60,000 രൂപ പിടികൂടി. ചെക്ക് പോസ്റ്റുകളിലേക്ക് കൈക്കൂലിയായി എത്തിയ പണമാണ് പിടിച്ചത്. കഴിഞ്ഞ 1 മാസത്തിനിടെ 3ാം തവണയാണ് ചെക്ക് പോസ്റ്റുകളിൽ നിന്നും പണം പിടികൂടുന്നത്. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, വലിയൊരു റെയ്ഡാണ്. ധാരാളം പണവും പിടിച്ചിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റുകളെ കുറിച്ച് വ്യാപകമായ പരിശോധന ഉണ്ടായിരുന്നോ? പരാതി ഉണ്ടായിരുന്നോ? ഷംനയിലേക്ക് വരാം. 1,60,000 രൂപയാണ് റെയ്ഡിൽ പിടികൂടിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ചെക്ക് പോസ്റ്റുകളിൽ തുടർച്ചയായ പരിശോധനകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പാലക്കാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ആണ് വിജിലൻസിന്റെ പരിശോധന സംഭവിച്ചത്. വേലന്താവളം RTO ചെക്ക് പോസ്റ്റുകളിലാണ് ഇപ്പോൾ പരിശോധന ഇന്നുണ്ടായത്. ഷംന, കാര്യമായ പരാതി ഉണ്ടായിരുന്നോ? വിജിലൻസ് തുടർച്ചയായി ഈ പ്രദേശങ്ങളിൽ, ഈ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ടല്ലോ. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ വേലന്താവളം ചെക്ക് പോസ്റ്റിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. റെയ്ഡ് നടന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പണം പിടികൂടിയിട്ടുണ്ട് കാര്യമായി തന്നെ എന്നാണ് മനസ്സിലാകുന്നത്. വളരെ നാളുകളായി ഈ ചെക്ക് പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരുന്നുണ്ട് എന്നും വിവരങ്ങൾ ലഭ്യമാകുന്നു. ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് നിരീക്ഷണം ശക്തമാക്കിയത്. ഷംന, വിവരങ്ങൾ. രഞ്ജിത്ത്, ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാമോ? ഈ പരാതികൾ ഉണ്ടായിരുന്നോ? ഈ വേലന്താവളം കേന്ദ്രീകരിച്ച് വിജിലൻസ് നിരന്തരം പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇതാ ഇപ്പോൾ 1,60,000 രൂപയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, നേരത്തെയും ഈ മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിജിലൻസ് നടപടികൾ ആരംഭിച്ചിരുന്നു. വീണ്ടും ഇത്തരത്തിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് 1,60,000 രൂപ കണ്ടെടുത്തത്. ഇത് കൈക്കൂലിയായി നൽകിയ പണമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ശരി.
ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തൃപ്പൂണിത്തുറ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 26-ാം നിലയിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥി വീണ് മരിച്ച സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി അമ്മയുടെ തുറന്ന കത്ത്. സ്കൂളിലെ ചില കുട്ടികളുടെ റാഗിങ്ങിൽ മനംനൊന്താണ് മിഹിർ ജീവനൊടുക്കിയതെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം. മകന് സംഭവിച്ചത് എന്തെന്നറിയാൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ക്ലോസറ്റിലേക്ക് മുഖം പൂഴ്ത്തിവെച്ച് ടോയ്ലറ്റിൽ നക്കിക്കുകയും ഫ്ലഷ് ചെയ്യുകയും ചെയ്തെന്നും കത്തിൽ പറയുന്നു. മിഹിറിന്റെ മരണം ആ കുട്ടികൾ ആഘോഷമാക്കിയെന്ന ഞെട്ടലാണ് അമ്മ. ഇക്കഴിഞ്ഞ ജനുവരി 15-നാണ് തിരുവാണിയൂരിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ മിഹിർ ജീവനൊടുക്കിയത്. സംഭവത്തിൽ ഹിൽ പാലസ് പോലീസ് കേസെടുത്തെങ്കിലും സ്വാഭാവിക മരണം എന്നായിരുന്നു കണ്ടെത്തൽ. ചില സഹപാഠികൾ ചേർന്ന ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പേജും തുടങ്ങിയിരുന്നു. പിന്നീട് ആ പേജും ഡിലീറ്റ് ചെയ്തു. അതിനിടെ മകൻ മരിച്ചതിൽ വ്യക്തത തേടി മാതാപിതാക്കൾ സ്വയം അന്വേഷണം നടത്തി. അന്വേഷണത്തിനൊടുവിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കിയത്. സ്കൂളിൽ കഠിനമായ റാഗിങ്ങിന് മിഹിർ ഇരയായിരുന്നുവെന്ന് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തി. പിന്നാലെ കുട്ടിയുടെ മൊബൈൽ ഫോണും വാട്സപ്പ് ചാറ്റുകളും പരിശോധിച്ചു. അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. നിരന്തരമായി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു. നിറത്തിന്റെ പേരിൽ സഹപാഠികൾ പരിഹസിച്ചു. ക്ലോസറ്റിലേക്ക് മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തു. ടോയ്ലറ്റിൽ നക്കിച്ചു. ഇത്തരത്തിൽ സഹപാഠികളുടെ ക്രൂരമായ റാഗിങ്ങിൽ മനംനൊന്താണ് മിഹിർ കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത് എന്ന് അമ്മ വെളിപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ യാഥാർത്ഥ്യം മറച്ചുവെച്ചുവെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്നും അമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. മകൻ മരിച്ച ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് വിദ്യാർത്ഥിക്കൂട്ടം എത്തിനിൽക്കുന്നത് നിസാരമായ ഒന്നല്ല. മെസ്സേജുകളിലൂടെ മിഹിറിന്റെ മരണം വരെ ആഘോഷിച്ച ആ കുട്ടികൾ എത്രമാത്രം തന്റെ കുട്ടിയെ ജീവിച്ചിരുന്നപ്പോൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നും അമ്മ പറയുന്നു. സംഭവം വ്യക്തമാക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മകന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം DGPക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. സഹപാഠികളുടെയും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്കൂളിലെ റാഗിങ്ങിനെ തുടർന്നായിരുന്നു കുട്ടിയുടെ ആത്മഹത്യ എന്നാണ് കുടുംബത്തിന്റെ പരാതി ഇപ്പോൾ ലഭ്യമായിരിക്കും. ഡാനി, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഒരുപാട് ഇത്തരം സംഭവങ്ങൾ സ്കൂളുകളിലെ വിഷയങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി ഞെട്ടിപ്പിക്കുന്നതാണ്, ഭീകരമാണ്. പക്ഷേ എന്നിട്ടും ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതും പ്രശ്നമാണ്. എന്താണിപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി? കൃത്യമായ നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോവുക തന്നെയല്ലേ? രഞ്ജിത്ത്, കൃത്യമായ നടപടികളുമായിട്ട് തന്നെ കുടുംബം മുന്നോട്ട് പോകുന്നു എന്ന് അവർ അതിൽ നിന്ന് പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. കൂടുതൽ ശക്തമായ നടപടികൾ വേണം, കാരണം അവർക്ക് മകനെ നഷ്ടമായിരിക്കുന്നു. അതിന്റെ സാഹചര്യം ഇതാണ്. സ്കൂളിൽ നിന്നുണ്ടായ പീഡനങ്ങൾ തന്നെയാണ്, റാഗിംഗ് തന്നെയാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും അതിന് കൃത്യമായ രീതിയിൽ അവർ അതിന് തെളിവുകൾ തേടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. DGPക്കടക്കം ഇതെല്ലാം തന്നെ വാട്സപ്പ് ചാറ്റുകളടക്കം വെച്ചാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. പോലീസിനോട് സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ട് തന്നെ പ്രാഥമികമായ അന്വേഷണം നടത്തുകയും അതിൽ നിന്ന് വിശദീകരണങ്ങളെല്ലാം തന്നെ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നമ്മളിപ്പോഴുള്ളത് ആ ഫ്ളാറ്റിന് തൃപ്പൂണിത്തുറയിലുള്ള ബഹുനില അപ്പാർട്ട്മെന്റിന്റെ പരിസരത്താണുള്ളത്. ഇവിടെയാണ് കുട്ടി 25-ാം നിലയിൽ നിന്ന് ചാടി മരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ തുടക്കത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ 2ാം ഘട്ടം എന്ന രീതിയിൽ തന്നെ ഈ പരാതി വന്നിരിക്കുന്ന കൂടി ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുട്ടികളിൽ നിന്ന്, സ്കൂൾ അധികൃതരിൽ നിന്ന് വിശദമായി ഇക്കാര്യത്തിൽ വീണ്ടും മൊഴിയെടുക്കുക. കാരണം ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നു. അത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കുടുംബം നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായി കുട്ടികളുടെ അടക്കം കൃത്യമായ വിവരങ്ങളുണ്ട്. കാരണം ഈ മിഹിർ അഹമ്മദിനെ റാഗ് ചെയ്ത അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ച
വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള കൃത്യമായ സൂചകങ്ങളോടുകൂടിയാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. അപ്പോൾ അവരിൽ നിന്ന് കൂടി കുറച്ചുകൂടി വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ കുടുംബം ഇങ്ങനെ ആക്ഷേപിക്കുന്നു, ആരോപിക്കുന്നു, അതിലെന്താണ് അതിലുള്ളൊരു വിശദീകരണം നൽകാനുള്ളത് എന്നത് സംബന്ധിച്ച് കുട്ടികളിൽ നിന്ന് വിശദീകരണങ്ങൾ തേടേണ്ടതുണ്ട്. ഇതിൽ പരാതി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ച നടപടി എന്നതടക്കം വ്യക്തമാക്കേണ്ടതുണ്ട്. അവരിൽ നിന്നും ഇത്തരം വിശദീകരണങ്ങൾ തേടേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെറ്റീരിയൽ എവിഡൻസ്, ഏതെങ്കിലും CCTVയോ കാര്യങ്ങൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷേ പോലീസ് പറയുന്നത് ഇതിൽ വളരെ കരുതലോടെ ജാഗ്രതയോടുകൂടിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ്. പ്രത്യേകിച്ച് മറുഭാഗത്തുമുള്ളതും കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെ കൂടി രക്ഷിതാക്കളെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് സ്കൂൾ അധികൃതരുടെ കൂടി അനുവാദവും കാര്യങ്ങളും എല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. തിടുക്കപ്പെട്ട ഒരു മൊഴിയെടുക്കുക എന്നതല്ല അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മൊഴിയെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. അത് കുട്ടികൾ എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നതാണ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറയുന്നു. അതിൽ കൃത്യമായ രീതിയിലൊരു വിശദീകരണം സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണങ്ങളോ കാര്യങ്ങളോ ഈ വിഷയത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറിൽ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ പോലീസ് വിശദാംശങ്ങൾ ശേഖരിക്കുമെന്നതാണ്. കാരണം ഇതുപോലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ടോ, ഏത് രീതിയിലുള്ള നടപടികൾ ഇതിന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് പറയാൻ ഇക്കാര്യത്തിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ ഒരു വ്യക്തത തേടേണ്ടതുണ്ട്. ആ രീതിയിലുള്ളൊരു അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഈ സ്കൂളിനെതിരെ, സഹപാഠികൾക്കെതിരെ മിഹിർ അഹമ്മദിൻ്റെ അമ്മ നൽകിയിരിക്കുന്ന പരാതിയിലുള്ളത്. അവർ ഒരു ഓപ്പൺ ലെറ്റർ എന്ന രീതിയിൽ, തുറന്ന കത്തെന്ന രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിഷമങ്ങൾ, മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏതൊരാൾക്കും അത് വായിക്കുമ്പോൾ തന്നെയും കടുത്ത വിഷമത്തിലേക്ക് പോകും. കാരണം അത്ര കണ്ട പീഡകൾ ഈ കുട്ടി അവിടെ അനുഭവിച്ചിരുന്നു എന്നതടക്കം അത് വിദ്യാർത്ഥികളിൽ സഹപാഠികളിൽ നിന്ന് പല രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു നിസ്സാരമായി കണ്ട് പോലീസിന് മുന്നോട്ട് പോകാനും കഴിയില്ല. വിവിധ രീതികളിലൊരു അന്വേഷണം ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അത് കുട്ടികൾ എന്നുള്ള പരിഗണന നൽകിക്കൊണ്ട് തന്നെയായിരിക്കും ആ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് അല്പസമയം മുമ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂൾ അധികൃതരുണ്ടല്ലോ, അവരുടെ ഒരു പ്രതികരണം, നമുക്ക് ഈ അമ്മയുടെ തുറന്ന കത്തും അമ്മയുടെ പ്രസ് റിലീസുമായി സമാന സ്വഭാവമുള്ള ഒരു കത്തൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ക്രൂരത, ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത്. ഇത്രയും നാൾ ഈ സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. അവർക്കും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതികൾ വന്നു കാണും. ഈ രക്ഷിതാക്കൾ തന്നെ അത് ഉന്നയിച്ചു കാണും. അവരുടെ ഒരു നിസ്സംഗത ഇതിൽ ഗൗരവമാണല്ലോ. ആ വിഷയത്തിലും സ്വാഭാവികമായും അന്വേഷണം വേണ്ടിവരും. ഇത്ര വലിയൊരു സംഭവം, ഇത്ര വലിയ റാഗിംഗ് ഒക്കെ ഈ സ്കൂളിൽ ഒരു കുഞ്ഞ് അനുഭവിച്ചപ്പോൾ അതിൽ നടപടി സ്വീകരിക്കാത്ത ഒരു മനോഭാവം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തുകൊണ്ടാണ്? തീർച്ചയായും അത്തരം കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഒരു കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ആ രീതിയിൽ തന്നെയായിരിക്കും. കാരണം ഇവർ നൽകിയ പരാതിയിൽ കൃത്യമായി അക്കമിട്ട സ്കൂൾ അധികൃതരുടെ ഒരു വീഴ്ച പറയുന്നുണ്ട്. എന്തുകൊണ്ട് നടപടിയെടുത്തിരുന്നില്ല? സ്വാഭാവികമായും പോലീസിന് പരാതി നൽകുമ്പോൾ ഈ വിഷയങ്ങൾ അവർ സ്കൂളിൽ അധികൃതർക്ക് മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ടാകും, അവർ പരാതിയായി നൽകിയിട്ടുമുണ്ടാകും. പക്ഷേ നാളിതുവരെയും അത്തരം ഒരു അച്ചടക്ക നടപടികളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ്. അല്ല എങ്കിൽ അവരിങ്ങനെയൊരു പരാതിയുമായി മുന്നോട്ട് സ്വാഭാവികമായും വരില്ലായിരിക്കും. കാരണം സ്കൂൾ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് കൊണ്ടൊക്കെ എല്ലാം തന്നെ ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾ. ഈ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചിരുന്നില്ല, നിങ്ങളിതിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയോ എന്ന കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും സ്കൂൾ അധികൃതർ പോലീസിന് മുന്നിൽ ഉത്തരം പറയേണ്ടത്. പോലീസും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിൽ സ്കൂൾ അധികൃതർക്ക് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത്? പ്രത്യേകിച്ച് റാഗിംഗ് പോലുള്ളൊരു കാര്യങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇടത്ത്, അതും സ്കൂൾ തലത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതും ഇത്രമേൽ ക്രൂരമായിട്ട്, ഇത്രമേൽ മോശമായിട്ട്, അവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അതിൽ എന്ത് വിശദീകരണം, ഏത് രീതിയിലൊരു അന്വേഷണം ഇവിടെ നടന്നു? എന്താണ് നിങ്ങൾ കുട്ടികളിൽ നിന്ന് തേടിയ വിശദീകരണം? എന്താണ് അവരുടെ മറുപടി? എന്താണ് എന്ത് മറുപടി നൽകിയിട്ട് എന്ത് അവർ മാതാപിതാക്കളെ അറിയിച്ചു? ഏതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്ക് പോയോ? ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് കൃത്യമായിട്ട് അവരിൽ നിന്ന് മറുപടി തേടേണ്ടി വരും. നേരത്തെയും ഈ ഒരു കാര്യങ്ങൾ പ്രാഥമികമായ ഒരു അന്വേഷണം ഇത്തരത്തിൽ നടത്തി
നടത്തിയിരുന്നു. പക്ഷേ മനസ്സിലാക്കുന്നതനുസരിച്ച് വലിയ രീതിയിലുള്ളൊരു വിശദീകരണമോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ പോകാതെ തന്നെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇത് മിഹിർ അഹമ്മദിൻ്റെ അമ്മ ഈ ഒരു കത്ത് പുറത്തു വരുന്നു, പരാതി എടുക്കുന്നു. അത് കൃത്യമായും ശക്തമായ നടപടികൾ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സ്കൂൾ അധികൃതർ കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട്. നാളിതുവരെ ഇപ്പോൾ ഈ വിഷയങ്ങൾ വന്ന് വാർത്തയാകുന്നെങ്കിൽ കൂടിയും ഒരു വിശദീകരണവും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുതന്നെയും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്താണ് അവർ അവിടെ ചെയ്തിരുന്നത്, ഈ ഒരു കാര്യങ്ങൾക്ക് മുന്നിൽ എന്ത് മറുപടിയാണ് അവർക്ക് പറയാനുള്ളത് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾക്ക് അവർക്ക് വിശദീകരണം നൽകേണ്ടതാണ്. അങ്ങനെയൊരു സാമൂഹ്യപരമായ ഒരു ബാധ്യത അവർക്കുണ്ട്. കൃത്യമായ ഒരു സ്ഥാപനമാണ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവർ ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഇങ്ങനെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് പൊതുസമൂഹത്തോട് അവർക്ക് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. അതിനുള്ളൊരു ബാധ്യതയും അവർക്കുണ്ട്. അതുകൊണ്ട് അവർ എന്ത് പറയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണ്. അവരുടെ മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ അവർക്ക് എന്ത് വിശദീകരണം നൽകാനുണ്ട് എന്നതാണ് ഇനി അറിയേണ്ടത്. അതാണ് സാഹചര്യം. ഏതായാലും അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയുമായി ആ അമ്മ രംഗത്ത് വന്നപ്പോഴാണ് ഈ വിഷയം പൊതുസമൂഹം അറിയുകയും ഇപ്പോൾ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഫാസ്റ്റ് ന്യൂസിലേക്ക്. തൃപ്പൂണിത്തുറയിലെ 15-കാരന്റെ ആത്മഹത്യയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കൾ. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അതിക്രൂരമായ റാഗിങ്ങിനിരയായി. മിഹിറിനെ മർദ്ദിച്ചു, ക്ലോസറ്റിൽ നക്കിച്ചു, മുഖമമർത്തി ഫ്ലഷ് ചെയ്തു, ബസ്സിൽ വെച്ചും മർദ്ദിച്ചു. റാഗിങ്ങിന് നേതൃത്വം നൽകിയ കുട്ടികൾ മിഹിറിന്റെ മരണം ആഘോഷിച്ചു. ജീവനൊടുക്കിയ ദിവസവും ക്രൂര പീഡനത്തിനിരയായതിന്റെ തെളിവായി സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടു. മിഹിറിന്റെ അമ്മ എഴുതിയ തുറന്ന കത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ബാലരാമപുരം കോട്ടുകോൽ കോണത്ത് 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിൽ എറിഞ്ഞുകൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ. അമ്മ ശ്രീധുവിനെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞെന്ന് സ്ഥിരീകരണം. കുട്ടിയുടേത് മുങ്ങി മരണമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദേവേന്ദുവിന്റെ സംസ്കാരം നടന്നു. മലപ്പുറം മഞ്ചേരിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു. മലപ്പുറം പുൽപ്പറ്റ ഒളമതിൽ സ്വദേശി മിനിയാണ് മരിച്ചത്. ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കത്തിയും കണ്ടെടുത്ത് പോലീസ്. പ്രതി അനൂപുമായി പെൺകുട്ടിയുടെ വീട്ടിൽ പോലീസ് തെളിവെടുത്തു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് എത്തിയതെന്ന് പ്രതിയുടെ മൊഴി. ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിൽ നിന്നും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സബ് ജയിൽ അധികൃതർ കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് നടപടി. കനത്ത സുരക്ഷയിലാണ് പ്രതിയെ മാറ്റിയത്. പ്രതിക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ചോറ്റാനിക്കരയിലെ പെൺകുട്ടി നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് പോലീസ്. തലഭിത്തിയിൽ ഇടിപ്പിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നും പോലീസ്. മനം നൊന്ത പെൺകുട്ടി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. മരണവെപ്രാളം കണ്ട അനൂപ് ഷാൾ അറുത്തിട്ടെന്നും പോലീസ്. ആശുപത്രിയിലുള്ള പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതിന് ഭാര്യയ്ക്ക് ക്രൂരമർദ്ദനം. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി സനിലാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അമ്മയും കുഞ്ഞും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ. റേഷൻ കാർഡ് മാതൃകയിലൊരു വിവാഹ ക്ഷണക്കത്ത്. അടൂർ ഏനാത്ത് ഇളമംഗലത്ത് റേഷൻ കട നടത്തുന്ന ജ്യോതിഷാണ് തന്റെയും നാട്ടുകാരുടെയും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് രൂപത്തിൽ ക്ഷണക്കത്ത് അച്ചടിച്ചത്. വധുവരന്മാരുടെ ഫോട്ടോ പതിച്ച റേഷൻ കാർഡ് കയ്യിൽ കിട്ടിയവർ ആദ്യം ഒന്ന് സംശയിച്ചു. സംഭവം പിടികിട്ടിയപ്പോൾ ഉള്ളിലൊരു ചിരിയും കൗതുകവും. ഇത് റേഷൻ കാർഡല്ല, ജ്യോതിഷിൻ്റെ വിവാഹ ക്ഷണക്കത്താണ്. പത്തനംതിട്ട ഏനാത്ത് ഇളങ്കമംഗലത്തുള്ള റേഷൻ കടയുടെ ഉടമകളാണ്
അംബികയും മകൻ ജ്യോതിഷും. ഫെബ്രുവരി 2-നാണ് ജ്യോതിഷിൻ്റെ വിവാഹം. കത്തിൽ പുതുമ വേണമെന്ന ജ്യോതിഷിൻ്റെ ആഗ്രഹമാണ് റേഷൻ കാർഡ് മാതൃകയിൽ എത്തിച്ചത്. ആക്ച്വലി നമ്മൾ പാസ്പോർട്ടിൻ്റെ മാതൃക കണ്ടിട്ടുണ്ട്, പിന്നെ പോസ്റ്റൽ കാർഡിൻ്റെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കണ്ട് അത് വെച്ചിട്ട് ഒരു ഇൻസ്പയർ ആയതാണ്. അപ്പം എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ട് ഇങ്ങനെ ഒരു റേഷൻ കാർഡിൻ്റെ മാതൃകയാണ് നമുക്ക് ഈ സ്ഥാപനമായത്. അതുമാത്രമല്ല കൊച്ചുനാൾ തൊട്ട് നമ്മളെ ഇവിടെ അറിയപ്പെടുന്നത് റേഷൻ കടയിലെ ആള് എന്നുള്ള രീതിയിലാണ്, ആ ലെവലിലാണ് അറിയപ്പെടുന്നത്. വർഷങ്ങളായി റേഷൻ കട നടത്തി ജീവിക്കുന്നവരായതിനാൽ മകന്റെ തീരുമാനത്തിൽ അമ്മ അംബികയ്ക്കും ബന്ധുക്കൾക്കും സന്തോഷം. കല്യാണം വിളിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും ആദ്യം റേഷൻ കാർഡ് കൊണ്ട് ചെല്ലുമെന്നാണ് പറയുന്നത്. പിന്നീട് അവര് കല്യാണക്കുറിയാണെന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ പേരുണ്ട്, മരുമോന്റെ പേരുണ്ട്, മോടെ പേരുണ്ട്, ചെറുമോന്റെ പേരുണ്ട്. അപ്പൊ അതും നോക്കിയിട്ട് ആൾക്കാർ പറയുന്നത് നിങ്ങൾക്കും ഒരു യൂണിറ്റ് അരിയുണ്ടെന്ന് പറയും. റേഷൻ കട നടത്തുന്നതിനാൽ നാട്ടിലെല്ലാവർക്കും കല്യാണത്തിന് ക്ഷണമുണ്ട്. ഇളങ്കമംഗലത്ത് നിന്നും ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. നമുക്കിനിയും പ്രത്യേക സെഗ്മെന്റിലേക്ക്, രാവിലെയിലെ പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകാം. അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ വിശേഷ ദിവസങ്ങൾ ന്യൂസ് 18-ലൂടെ പങ്കുവെക്കുകയാണ്. നമുക്ക് ആദ്യം മുണ്ടൂർ പെരിങ്ങന്നൂർ സ്വദേശികളായ സുജിൽ ടെയുടെയും വിദ്യയുടെയും മകനായ തേജസിന്റെ 6ാം പിറന്നാളാണ് ഇന്ന്. മിടുക്കൻ തേജസിന് എല്ലാ പിറന്നാൾ ആശംസകളും നേരുകയാണ്. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. കണ്ണൂർ പയ്യാവൂർ സ്വദേശിനികളായ മെൽവി വിനോദ ദമ്പതികളുടെ 2 മക്കളുടെയും ബർത്ത്ഡേ ഇന്നാണ്. ഇന്ന് മകൻ ആദം, മകൾ കാദറിൻ. ആദമിന് 4 വയസ്സും കാദറിന് 9 വയസ്സുമാണ്. യാദർശികമായാണ് രണ്ടുപേരുടെയും പിറന്നാൾ ഒരു ദിവസമായത്. എന്തായാലും നന്നായി, രണ്ടുപേരുടെയും പിറന്നാൾ ഒരുമിച്ച് ആഘോഷിക്കാമല്ലോ. രണ്ടുപേർക്കും ആശംസകൾ. ഇനി സിക്കിമിലേക്ക് ഒരാശംസ. സിക്കിമിലെ മിടുക്കി ധ്രുവ പ്രമോദ്. ഇന്ത്യൻ ആർമി ഹവിൽദാർ പ്രമോദിന്റെ മകളാണ് ധ്രുവ. സിക്കിം കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കൂടി നേടിയ കൊച്ചുമിടുക്കിയാണ്. കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു പെൺകുട്ടി കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് ധ്രുവയ്ക്ക്. എല്ലാ ആശംസകളും അറിയിക്കുന്നത് അമ്മ പ്രിയങ്കയും അച്ഛൻ പ്രമോദുമാണ്. ബത്തേരിയിലുള്ള ഫാത്തിമ ഹംനയുടെ 9ാം പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് സഹോദരങ്ങളാണ് അജ്നാസും അദ്നാനും സാലഹും നഹാനും. ഫാത്തിമയ്ക്ക് ന്യൂസ് 18-ന്റെയും പിറന്നാൾ ആശംസകൾ. ഇതുപോലെ നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, പേര്, ഫോൺ നമ്പർ, പിറന്നാൾ അല്ലെങ്കിൽ വിവാഹ വാർഷികം, വിശേഷാവസരങ്ങൾ എന്തുമാകട്ടെ, നമുക്ക് ന്യൂസ് 18-നൊപ്പം ആഘോഷിക്കാം. ഇന്ന് ഇത് സംഭവിക്കും. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുക്കും. ആശുപത്രിയിലുള്ള പെൺകുട്ടി അപകടനില ഇതുവരെ തരണം ചെയ്തിട്ടില്ല. കൂത്താട്ടുകുളം നഗരസഭയിലെ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മലയോര സമരയാത്ര ഇന്ന് മലപ്പുറം ജില്ലയിലാണ്. രാവിലെ 10 മണിക്ക് നിലമ്പൂർ എടക്കരയിലാണ് സ്വീകരണം. നിലമ്പൂർ മുൻ MLA PV അൻവർ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഇത് സംഭവിക്കും. അതിലേക്ക് വരാം വളരെ പെട്ടെന്ന് വരാം. ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുന്നുണ്ട്. തിങ്കളാഴ്ചയോടെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം സുരക്ഷ കണക്കിലെടുത്ത് പ്രതിയെ ഇന്നലെ ആലത്തൂർ സബ് ജയിലിൽ നിന്നും വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇതിനിടെ സുധാകരന്റെ മക്കൾക്ക് കൈത്താങ്ങായി CPM രംഗത്തെത്തി. അച്ഛനും അമ്മയും നഷ്ടമായ അഖിലയ്ക്കും
അതുല്യയ്ക്കും ജോലി നൽകാനാണ് തീരുമാനം. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ ഇരുവർക്കും ജോലി നൽകുമെന്നും തുടർന്നുള്ള നിയമപോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അറിയിച്ചു. ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഇപ്പോൾ ഇവർക്ക് കൈത്താങ്ങായി ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. എന്താണിപ്പോൾ പാർട്ടിയുടെ CPMന്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, സുധാകരന് 2 മക്കളാണുള്ളത്. ഇതിൽ മൂത്ത മകൾ അതുല്യയ്ക്ക് ജോലിയുണ്ട്, നഴ്സാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മകൾ അഖിലയ്ക്ക് ജോലിയാണ് CPM ഇപ്പോൾ വാഗ്ദാനം ഉറപ്പ് നൽകുന്നത്. അതായത് CPMന്റെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ ഈ സുധാകരന്റെ മകൾക്ക് ജോലി ഉറപ്പാക്കും. ഈ കുട്ടികളുടെ ബാക്കിയുള്ള നിയമ പോരാട്ടത്തിനും അത്തരത്തിലുള്ള ഈ സാമ്പത്തിക ആവശ്യങ്ങൾക്കും എന്തിനും CPM ഒപ്പമുണ്ട് എന്നാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ നിയമ പോരാട്ടത്തിനടക്കം ഒപ്പമുണ്ട്, എന്താവശ്യത്തിനും ഒപ്പമുണ്ട് എന്ന് തന്നെ EN സുരേഷ് ബാബു ഈ മക്കളെ വീട്ടിലെത്തി ചെതിലിലെ ബന്ധുവിന്റെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കത്തിലാണല്ലോ പോലീസ് ഉള്ളത്. ഇയാളുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം ഇയാളെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയ പശ്ചാത്തലമുണ്ട്. എന്താണ് ആ തരത്തിൽ പോലീസിന്റെ നീക്കം? തിങ്കളാഴ്ച മറ്റന്നാളോടുകൂടി കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളതാണല്ലോ അല്ലേ? രഞ്ജിത്ത്, ഇന്ന് അപേക്ഷ നൽകി, അതായത് തിങ്കളാഴ്ചയോട് കൂടി കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തിങ്കളാഴ്ച മുതൽ പ്രതിയുടെ കസ്റ്റഡി ആവശ്യപ്പെടും. ഇത് എത്ര ദിവസത്തേക്ക് എന്നത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതി കൊലപാതകം ചെയ്യുന്നത് നേരിട്ട് കണ്ട ദൃക്സാക്ഷികളൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ തെളിവുകൾ കൂടുതലായി ശേഖരിക്കുക എന്നുള്ളത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റകൃത്യം ആവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പ്രതി മൊഴി നൽകിയതനുസരിച്ച് ഈ സുധാകരന്റെ ഇരുചക്ര വാഹനം തന്നെ ഇടിക്കുകയും അതിന്റെ ഒരു പ്രകോപനത്തിലാണ് സുധാകരനെ വെട്ടിക്കൊന്നത്. പിന്നീട് സുധാകരന്റെ മാതാവ് ലക്ഷ്മി തെറി വിളിച്ചുകൊണ്ട് ഓടി വന്നപ്പോഴാണ് മാതാവിനെ കൊലപ്പെടുത്തിയത് എന്ന തരത്തിലായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഈ കുടുംബവുമായി പ്രതിക്ക് വ്യക്തിവൈരാഗ്യമുണ്ട്, ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്നതടക്കമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കുറ്റകൃത്യം ആവിഷ്കരിക്കൽ, അതായത് വെറും ഒരു തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം സീൻ റീക്രിയേറ്റ് ചെയ്യുക എന്നതിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതോടൊപ്പം ഈ പ്രതിയുടെ സുരക്ഷ, അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രതിയോടുള്ള ഒരു രോഷം, അതിനെതിരെ ഉള്ള ഒരു പ്രകടനം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതാണ്. പോലീസ് സ്റ്റേഷനിൽ അടക്കം ഈ നാട്ടുകാരുടെ സംഘം ചേർന്ന് ഈ പ്രതിയെ വിട്ടുതരൂ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന തരത്തിൽ ഈ പ്രതിക്ക് വേണ്ടി ഈ നാട്ടുകാർ ബഹളം വെക്കുന്നതും അല്ലെങ്കിൽ രോഷപ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രതിയെ തെളിവെടുപ്പിനും മറ്റും ഈ നാട്ടിലേക്ക് സമീപവാസികളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും നാട്ടുകാരുടെ പ്രതികരണം ഉണ്ടാവുക, പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കണം. അതിനുവേണ്ടി തന്നെ രഹസ്യമായിട്ടായിരിക്കും ഇനിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ. കാരണം ഈ പ്രതിയുടെ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എന്ന് സംബന്ധിച്ച് വ്യക്തത നൽകിയിട്ടില്ല പോലീസ്. ഒപ്പം തന്നെ നാട്ടുകാരുടെ രോഷം അടങ്ങിയതിന് ശേഷം മാത്രം മതി ബാക്കി നടപടികൾ എന്നാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഒപ്പം തന്നെ ഇന്നലെ ഈ ആലത്തൂരിലെ ജയിലിൽ നിന്നും പ്രതിയെ വിയൂർ സെൻട്രൽ ജയിൽ, അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സഹതടവുകാർ ഉൾപ്പെടെ പ്രതിയെ കയ്യേറ്റം ചെയ്യുമോ എന്നതടക്കമുള്ള സംശയം, അല്ലെങ്കിൽ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് അത്തരത്തിലുള്ള ഒരു നീക്കമുണ്ടായത്. വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മാറ്റിയത്. ഒപ്പം ഈ ജയിൽ മാറ്റ സമയത്തടക്കം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയോടുകൂടിയാണ് പ്രതിയെ മാറ്റിയത്. എന്തായാലും ഇന്ന് അപേക്ഷ നൽകും, കസ്റ്റഡിക്കായുള്ള അപേക്ഷ നൽകും. തിങ്കളാഴ്ചയോടുകൂടി തന്നെ കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് നടപടികളിലേക്ക് കടക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ മാള ഹോളി ക്രോസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിന് പിന്നാലെ എ സോൺ, ബി സോൺ കലോത്സവങ്ങളിലും വിദ്യാർത്ഥി സംഘർഷം.
നാദാപുരം പുളിയാവ് കോളേജിൽ നടക്കുന്ന ബി-സോൺ കലോത്സവത്തിൽ നാടക മത്സരത്തിനിടയിലാണ് സംഘർഷമുണ്ടായത്. മറ്റൊരിനമായ നാടൻപാട്ട് മത്സരത്തിന്റെ റിസൾട്ടിനെ ചൊല്ലിയും SFI MSF പ്രവർത്തകർ ഏറ്റുമുട്ടി. പാലക്കാട് മണ്ണാർക്കാട് നടക്കുന്ന എ-സോൺ കലോത്സവത്തിനിടെ KSU MSF പ്രവർത്തകർ, അതായത് ഒരേ മുന്നണിയിൽപ്പെട്ട പ്രവർത്തകർ തമ്മിലായിരുന്നു സംഘർഷം. വിധി നിർണയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവിടെയും പ്രശ്നം. ബി-സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ ഇവരുടെ കേസെടുത്തിട്ടുണ്ട്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അത് ബി-സോൺ, കോഴിക്കോട് ബി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടാണ്. ഷംന പാലക്കാട് എ-സോൺ കലോത്സവത്തിന്റെ വിശദാംശങ്ങളും പങ്കുവെക്കും. അനീഷ്, ഇതിപ്പോൾ അടി അതിന്റെ പാരമ്യത്തിലാണ്. അതിനിപ്പോൾ ഒരു വ്യത്യാസവുമില്ല. MSFും SFIയും തമ്മിൽ ഒരു സ്ഥലത്ത് അടിയുണ്ടാകുന്നു, KSUയും SFIയും തമ്മിൽ അടിയുണ്ടാകുന്നു. വേറൊരു സ്ഥലത്ത് MSFും KSUവും തമ്മിൽ, ഒരേ മുന്നണിയിൽപ്പെട്ട ആളുകൾ തമ്മിൽ. ഇതിന് മുന്നണി വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണോ? ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണോ എല്ലായിടത്തും ബഹളം ഉണ്ടാകുന്നത്? കാലിക്കറ്റ് സർവകലാശാലയിലെ കലോത്സവങ്ങൾ ഒരു അടിമേളയായി മാറുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാളയിൽ തുടങ്ങിയത് മറ്റ് ബി-സോൺ, എ-സോൺ എന്നിവിടങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്ന കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു. ഏറ്റവും ഒടുവിലാണ് കോഴിക്കോട് പുളികാവ് കോളേജിൽ നടന്ന കലോത്സവത്തിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. നാടക മത്സരത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. മത്സരം തീരും മുമ്പ് കർട്ടൻ ഇട്ടു എന്ന് ആരോപിച്ചാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. പിന്നീട് കൂട്ടടിയിലേക്ക് കലാശിക്കുകയായിരുന്നു. ഗുരുവായൂരപ്പൻ കോളേജിലെയും ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് ഈ കയ്യാങ്കളിയിൽ പരിക്കേറ്റിട്ടുമുണ്ട്. എന്തായാലും ഈ സംഘർഷം പെരുകിയതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് മത്സരങ്ങൾ നിർത്തിവെപ്പിച്ചു. എന്നാൽ ഈ കലോത്സവങ്ങൾ അലങ്കോലമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്, SFI പ്രവർത്തകരുടെ നീക്കത്തിന്റെ ഭാഗമാണ് ഈ കലോത്സവ വേദിയിലെ അലങ്കോലങ്ങൾ എന്നാണ് KSUവും MSFും ആരോപിക്കുന്നത്. ഒപ്പം പോലീസും ഇവർക്ക് ഒത്താശ നൽകുകയാണ്. വേദിയിലെ നിസ്സാരമായ പ്രശ്നങ്ങളെ ചൊല്ലി പോലീസ് സ്ഥലത്ത് ഇടപെടുകയും മത്സരം നിർത്തിവെപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് KSU പറയുന്നത്. നേരത്തെ നാടൻപാട്ട് മത്സരത്തിന്റെ ഫലത്തെ ചൊല്ലിയും ഈ പുളികാവിൽ നടക്കുന്ന ബി-സോൺ മത്സരത്തിനിടെ സംഘർഷമുണ്ടായിരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് യൂണിയൻ ചെയർമാൻ സാനന്ദിനെ മർദ്ദിക്കുകയും വൈസ് ചെയർപേഴ്സൺ ഗോപികയെ മുറിയിൽ പൂട്ടിയിട്ട് അപമര്യാദയിൽ പെരുമാറുകയും ചെയ്തുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFI വളയം പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും 2-3 റൗണ്ട് ഈ പ്രവർത്തകർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഇവിടെ നീങ്ങിയിട്ടുണ്ട്. തൽക്കാലം കലോത്സവം നിർത്തിവെച്ചിരിക്കുകയാണ്. അതാണ് സാഹചര്യം. ഷംന, പാലക്കാട്ട് എ-സോൺ കലോത്സവത്തിലും ഏറ്റവും ഒടുവിൽ ഡി-സോണിലും തുടങ്ങി. പാലക്കാട്ട് എ-സോൺ കലോത്സവത്തിലും പ്രശ്നമാണ്, തല്ലുമാലയാണ്, യാതൊരു സംശയവുമില്ല. ഈ കലോത്സവമൊക്കെ മുടങ്ങുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ഒരു അടിയിലേക്ക് കലാശിച്ചത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരേ മുന്നണിയിൽ ഉള്ളവർ തന്നെയാണ് ഈ വഴക്കിട്ടത്. അതായത് ഒരു വാക്കേറ്റം ഉണ്ടായി, അതിനെ തുടർന്നുള്ള അടിയായിരുന്നു. KSU MSF പ്രവർത്തകരാണ് ഈ അടി ഉണ്ടാക്കിയത്. ഒപ്പം തന്നെ ഈ കാലിക്കറ്റ് കലാശാലയിലെ ഈ എ-സോൺ നടത്തുന്നത് ഈ USFന്റെ യൂണിയനാണ് ഈ പരിപാടി നടത്തുന്നത്. ഇവരുടെ ഇടയിൽ ഉണ്ടായ ഒരു വാക്കേറ്റം, അതായത് കോളേജ് യൂണിയനും ഒപ്പം തന്നെ ഈ സംഘാടകരും തമ്മിലുള്ള ഒരു വാക്കേറ്റമാണ് വലിയൊരു അടിയിൽ കലാശിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. ഈ കലോത്സവങ്ങളിൽ അല്ലെങ്കിൽ എ-സോൺ, ഡി-സോൺ അടക്കമുള്ള ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഈ അടി നടക്കുന്നത് അതിന്റെ ബാക്കി പത്രം എന്നോണം തന്നെയാണ് ഇപ്പോൾ ഈ പാലക്കാട് മണ്ണാർക്കാട് വെച്ച് നടന്ന എ-സോൺ മത്സരങ്ങളിലും ഇപ്പോൾ അടി ഉണ്ടായിരിക്കുന്നത്. സംഘാടകരായ MSF നേതാക്കളും അതുപോലെ KSU ഭരണത്തിലുള്ള യൂണിയനും ഇവർ തമ്മിലാണ് ആദ്യഘട്ടത്തിൽ ഒരു വാക്കേറ്റം ഉണ്ടായത്. പിന്നീട് ഇത് പ്രശ്നം പറഞ്ഞു പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, ഇത് അടിയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവർക്കെതിരെ പോലീസ് മറ്റ് നടപടികളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇതിനിടെ ഈ ബി-സോൺ കലോത്സവത്തിനിടെ വീണ്ടും ഈ നാടക മത്സരത്തിനിടെ കോഴിക്കോട് പുളിയാവ് കോളേജിലും സംഘർഷമുണ്ടായി എന്നുള്ളതാണ്. മറ്റൊരിനമായ നാടൻപാട്ട് മത്സരത്തിന്റെ റിസൾട്ടിനെ ചൊല്ലിയും MSF SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തല്ലോടെ തല്ലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രമുഖ നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് പോലീസ്. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന നടിയുടെ പുതിയ പരാതിയിലാണ് കേസ്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്.
നിരന്തരം സ്ത്രീത്വത്തെ അപമാനിക്കുന്നെന്ന് കാട്ടി പ്രശസ്ത നടി നൽകിയ പരാതിയിലാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. BNS 79, IT ആക്ട് 67 എന്നിവ പ്രകാരമാണ് കേസ്. സമൂഹമാധ്യമങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും നിരന്തരം അപമാനിക്കുന്നു എന്നാണ് പരാതി. നേരത്തെയും നടി രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരുന്നു. ആദ്യ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരുന്നില്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും തന്നെ അധിക്ഷേപിക്കുന്നുവെന്ന് പരാതിപ്പെട്ടിരുന്നു. എന്നാൽ നടിയെ അധിക്ഷേപിച്ചിട്ടില്ലെന്നായിരുന്നു രാഹുൽ ഈശ്വർ അന്ന് പറഞ്ഞത്. നടിയുടെ വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിഷയത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കേണ്ടെന്ന് അന്ന് പോലീസ് തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. തൃശൂർ നാട്ടിക MLAയുടെ വ്യാജ ഒപ്പിട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ മുൻ PA മസൂദ് K വിനോദിനെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചനാക്കുറ്റം തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് മസൂദ് K വിനോദിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഓവർടൈം ഡ്യൂട്ടി അലവൻസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് നടത്തിയ സംഭവത്തിലാണ് കേസ്. 2021 ജൂൺ 1 മുതൽ 2023 ഡിസംബർ 31 വരെ നിയമസഭാ സമ്മേളന കാലയളവിൽ MLAയോടൊപ്പം പ്രവർത്തിക്കാതെ സ്വയം ഒപ്പിട്ട രേഖകൾ സമർപ്പിച്ച് 85,400 രൂപ കൈപ്പറ്റി എന്നാണ് കേസ്. മറ്റു വാർത്തയിലേക്ക്. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജനാധിപത്യ മര്യാദകൾ ഓർമ്മിപ്പിച്ച് ഹൈക്കോടതി. ജനങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടവരും തമ്മിലൊരു കരാറുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് രാഷ്ട്രീയ ആഭിമുഖ്യം മാറണമെന്നുണ്ടെങ്കിൽ രാജിവെച്ച ശേഷം വീണ്ടും ജനവിധി തേടുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ആക്രമിച്ചോ കയ്യാങ്കളിയിലൂടെയോ അല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കൂത്താട്ടുകുളം സംഘർഷത്തിൽ UDF പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് പരാമർശങ്ങൾ. അല്ലെങ്കിൽ വോട്ട് നൽകിയ ജനങ്ങളുടെ നിലപാടിനെ അപമാനിക്കലാകുമത്. അതിനോടൊപ്പം ജനങ്ങൾ പ്രതികരിക്കേണ്ടത് ജനാധിപത്യപരമായി അടുത്ത തെരഞ്ഞെടുപ്പിലാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. നേരത്തെ സാങ്കേതിക പ്രശ്നങ്ങളാൽ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഇന്ന് ഇത് സംഭവിക്കുമിലേക്ക് ഒരിക്കൽ കൂടി. തിരുവനന്തപുരം ബാലരാമപുരം ദേവേന്ദു വധക്കേസ് പ്രതി ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് ഇന്ന് പുലർച്ചെയാണ്. അമ്മാവനല്ലാതെ മറ്റാർക്കും കൊലയിൽ പങ്കില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷയും ഇന്ന് നൽകുന്നുണ്ട്. തിങ്കളാഴ്ചയോടെ ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ തുടങ്ങാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം സുരക്ഷ കണക്കിലെടുത്ത് പ്രതിയെ ഇന്ന് ആലത്തൂർ സബ് ജയിലിൽ നിന്നും വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റും. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കോടതിയെ സമീപിച്ചത് നവീന്റെ ഭാര്യ മഞ്ജുഷയാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നാളെയാണ് പൊതു ബജറ്റ്. തുടർച്ചയായ 8ാമത്തെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കു സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. വൈകുന്നേരം 6 മണിക്ക് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരുന്നതോടെ 3 ദിവസം നീളുന്ന സമ്മേളനത്തിന് തുടക്കമാകും. ഏരിയ സമ്മേളനങ്ങൾ തിരഞ്ഞെടുത്ത 496 പ്രതിനിധികളും 51 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം T20 മത്സരം ഇന്നാണ്. ജയത്തോടെ പരമ്പര സ്വന്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുക. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. മത്സരം രാത്രി 7 മണിക്ക് പൂനെ MCA സ്റ്റേഡിയത്തിൽ നടക്കും. ഇനി ഇത് കണ്ടോ കാണാം.